എയുടെ സഹായത്തിൽ ഇന്ന് ഞാൻ മദ്യപിച്ചിട്ടില്ല. എന്റെ ഒരു തമ്പി. വളരെ സന്തോഷം എല്ലാവരോടും രാവിലെ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സാധിക്കുന്നത് ഒത്തിരി സന്തോഷമാണ്. കുറച്ച് രണ്ടുപേരുടെ ഷെയറിംഗ് ആയിട്ട് അതിനകത്ത് 22 ദിവസം ഇതിലേക്ക് കിടന്ന എന്റെ സുഹൃത്തിന് 6 മാസം ഒന്ന് പൂർത്തിയാക്കുക എന്നുള്ള ഒരു 6 മാസം ഒരു മൈൽ സ്റ്റോൺ ആണ്. 6 മാസത്തെ ടോക്കൺ കിട്ടിയത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. കാരണം ആദ്യകാലങ്ങളിൽ ഒരു മാസം തികയുമ്പോൾ മെഡൽ കിട്ടുന്ന 3 മാസത്തിന് 6 മാസം 9 മാസം അങ്ങനെ. ഇപ്പോൾ അതില്ലാന്ന് തോന്നുന്നു. മുമ്പ് അങ്ങനെ ടോക്കൺ കിട്ടുന്നുണ്ടായിരുന്നു. എനിക്കപ്പോൾ അതുകൊണ്ട് ഇന്നും ഓർമ്മയുണ്ട് 6 മാസത്തെ ടോക്കൺ കിട്ടിയപ്പോൾ ഉള്ള സന്തോഷവും. അതിലുപരി പ്രവർത്തിക്കുന്നു. എയിൽ കൂടി ഈ പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മദ്യപിക്കാതിരിക്കാൻ സാധിക്കുന്നുള്ള എൻ്റെ വിശ്വാസം ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്നതാണ്. 22 ദിവസവും 6 മാസവും അതുപോലെയുള്ള ഓരോ ആളുകളുടെയും മൈൽ സ്റ്റോൺസ് വരുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം വരെ എനിക്ക് തോന്നുന്നു 8, 9, 10 വരെ നമ്മൾ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല 11ഉം 12ഉം ആണ് എന്ന് പറയാൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 11ാമത്തെ പടിയിലേക്കും 12ാമത്തെ പടിയിലേക്കും വരുമ്പോൾ നമുക്ക് ഒരു വളരെ ലളിതമായിട്ട് ഒരു സംക്ഷിപ്ത രൂപത്തിലോ 1ാമത്തെ പടി മുതൽ അവിടെ വരെ ഒന്ന് എത്തിയിട്ട് നമുക്ക് മുമ്പോട്ടങ്ങ് പോകാം. അപ്പോൾ അതായിരിക്കും എനിക്കും അത് ഉപകാരമായിരിക്കും തോന്നുന്നു. ഒരു ഫ്ലോ ഉണ്ടാവും. ഇടയ്ക്കൊന്ന് കയറി 11ാമത്തെ പടിയിലേക്കും 12ാമത്തെ പടിയിലേക്കും ഒക്കെ പോകുന്നതിലും ഭേദം അതായിരിക്കും എനിക്ക് തോന്നുന്നു. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ സഹകരിക്കുക. അപ്പൊ നമ്മള് മദ്യപാനത്തിന്റെ അല്ലെങ്കിൽ മദ്യപാന രോഗത്തിന്റെ എന്ന് പിന്നീട് മനസ്സിലാക്കുന്ന ആ ഒരു തലത്തിൽ നിന്ന് നമ്മൾ ഒരു ഈശ്വരകൃപ കൊണ്ടാണെന്നുള്ളത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ശരിക്കും എൻ്റെ ഒരു കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെതായിട്ടുള്ള ഒരു താല്പര്യം കൊണ്ടോ ഒന്നും അല്ല ആൽക്കോളിക്സ് അനോണിമസിലെത്തിയിരിക്കുന്നത്. നമുക്കൊരു ബോധ്യം വരുന്നുണ്ട്. കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർ മദ്യപാനികളായിട്ട് ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേരളത്തില്, ലോകത്തോടെ നമ്മുടെ കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ, അവിടെ ഈ സുപ്രഭാതത്തില് ഇത്ര ആളുകൾ രാവിലെ മദ്യപിക്കാതെ ഇരിക്കുകയും അതിൽ നിന്നുള്ള മോചനത്തിനും അതിൽ കൂടി പരസ്പരം സഹായിക്കുന്നതിനും സന്നദ്ധത കാണിക്കുന്നത് വലിയൊരു ദൈവാനുഗ്രഹമാണെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടാണ്. അപ്പൊ അതിനകത്ത് ഞാൻ മുമ്പും പറഞ്ഞതാണ് ഇവിടെ നിന്ന് തോന്നുന്നു. നമ്മുടെ 1ാമത്തെ പടി ഒരു പൂർണ്ണമായ തോതിൽ നമ്മൾ മനസ്സിലാക്കാത്തടത്തോളം കാലം നമ്മുടെ മുമ്പോട്ടുള്ള പടികൾ നന്നായിട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ മദ്യത്തിന്റെ മുമ്പിൽ ശക്തിഹീനാണെന്നുള്ള ഞങ്ങൾ തുറന്ന് സമ്മതിക്കുന്ന ആ ഒരു ഭാഗം വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. കാരണം അത് വളരെ നമ്മളതിന് ഒരു വേദനാജനകമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണല്ലോ നമ്മളെല്ലാവരും പോകുന്നത്. അപ്പൊ അവിടെ നിന്ന് പുതുതായിട്ടൊരു അറിവ് നമുക്ക് കിട്ടുകയാണ് മദ്യപാനം എന്നുള്ളത് ഒരു രോഗമാണെന്നുള്ളത്. അപ്പൊ അതിന്റെ ശക്തിഹീനതയും അതിന്റെ 3 ലക്ഷണങ്ങളും ഇത് വളർന്നുകൊണ്ടിരിക്കുന്ന രോഗമാണെന്നൊക്കെ നമുക്ക് ആദ്യകാലങ്ങളിൽ അറിവ് കിട്ടുന്നു. അതിനുശേഷം എൻ്റെ ജീവിതം അനിയന്ത്രിതമായി പോയി എന്നുള്ളതും നമ്മൾ അതിനെ അങ്ങ് വായിച്ചു പോകുന്നു, അല്ലെങ്കിൽ അതിനെ ആ രീതിയിൽ എടുക്കുന്നു. പക്ഷെ ആ ഒരു ഭാഗത്ത് പലർക്കും അതിൻ്റെതായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള ഒരു കാതലായിട്ടുള്ള ഭാഗത്തെക്കുറിച്ചുള്ള ഒരു അറിവ് അല്ലെങ്കിൽ നേടിയെടുക്കാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതെൻ്റെ ഒരു അനുഭവമാണ്. ഇവിടെ പല ആളുകൾക്ക് അൺമാനേജബിലിറ്റീസ് എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അൺമാനേജബിലിറ്റി, എൻ്റെ അനിയന്ത്രിതാവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ ഇവിടെ സംസാരിച്ചാണെന്നാണ് എൻ്റെ ഓർമ്മ. എങ്കിലും അതിനകത്ത് എന്താണ് എൻ്റെ ജീവിതത്തിലെ അനിയന്ത്രിതാവസ്ഥ? കാരണം ഈ മദ്യപാനത്തിന്റെ ഈ കാലഘട്ടത്തിൽ ഇത്രയും നാശം വിതച്ച ജീവിതത്തിന്റെ സാഹചര്യത്തിൽ എൻ്റെ ജീവിതത്തിലെ അനിയന്ത്രിതാവസ്ഥ ഞാൻ ഒരു ഏകാന്തതയിലേക്ക് എത്തിച്ചേരുന്നു. എൻ്റെ സഹജീവികളിൽ നിന്നെല്ലാം ഞാൻ അകന്ന്, മാനസികമായിട്ടും ശാരീരികമായിട്ട് പോലും അകന്ന്, ആത്മീയതയെ കുറിച്ച് നമുക്ക് അറിയത്ത് പോലും ഇല്ലല്ലോ ആ കാലത്ത്. ഞാനും എൻ്റെ മദ്യവുമായിട്ടുള്ള ഒറ്റപ്പെടലില് ഞാൻ വളരെ ആ ഒറ്റപ്പെടലിൽ നിന്നുണ്ടാവുന്ന എന്താണെന്ന് എന്തൊക്കെയാണ് നമ്മള് എല്ലായിടത്തും ഒരു അവജ്ഞയോടുകൂടി എന്നെ ആളുകളെല്ലാവരും നോക്കുന്നു, ഞാൻ മറ്റുള്ളവരുടെ അവജ്ഞയോടുകൂടി നോക്കുന്നതുമായിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ
വെറുപ്പും അതൃപ്തമായിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയാ, ഞാൻ അന്ന് പറഞ്ഞാണ് നമ്മൾ റെസ്റ്റ്ലെസ് ആൻഡ് ഇറിറ്റബിൾ RID എന്ന് പറയുന്ന. അപ്പോൾ ഒരു തരത്തിലും നമുക്ക് സ്വൈര്യമില്ല. ഏഹ് ഒരു റെസ്റ്റ്ലെസ് ആയിട്ടുള്ള, അത് ശാരീരികമായിട്ടുള്ള റെസ്റ്റ്ലെസ്സുമാണ്, മാനസികമായിട്ടുള്ള ഒരു റെസ്റ്റ്ലെസ്നെസ് ഉണ്ട്. അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ആ ഒരു മദ്യത്തോടുള്ള അഭിവാഞ്ചം കൊണ്ട്, മദ്യത്തിന്റെ ലഹരി കുറയുമ്പോൾ, അല്ലെങ്കിൽ മദ്യത്തോടുള്ള അത്രയ്ക്ക് മാത്രം ആസക്തമായിട്ടുള്ള മനസ്സ് എപ്പോഴും മദ്യത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയാണെന്നുള്ളത് നമ്മുടെ രോഗത്തിന്റെ ഒരു ലക്ഷണമായിട്ട് പറയുന്നുണ്ടല്ലോ. ഇതൊരു മാനസികമായ രോഗമാണെന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങള്, ഈ റെസ്റ്റ്ലെസ്, ഇറിറ്റബിള്, ഡിസ്കണ്ടന്റ്, ഒരിക്കലും തൃപ്തിയില്ലാത്ത ഒരു ജീവിതം, അലസമായ ജീവിതം, മറ്റുള്ളവർക്ക്, എന്റെ കുടുംബത്തിലുള്ളവർക്ക് ഞാനൊരു പ്രയോജനമില്ലാത്തൊരു ജീവിതം, അതുപോലെ തന്നെ എന്റെ തന്നിഷ്ടത്താൽ ജീവിതം നശിപ്പിക്കപ്പെട്ട ഒരു ജീവിതം, ഇതോടൊപ്പം തന്നെ നൂറുകൂട്ടം പ്രശ്നങ്ങളല്ലാതെ അതിനകത്ത് നമ്മളത് മനസ്സിലാക്കുന്നില്ല. ഈ ഈ പടിയിൽ അത് മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നൂറുകൂട്ടം ഭയം, തന്റെ മനസ്സിൽ കൂടിയുള്ള ഒരു തന്റേതായിട്ടുള്ള ഒരു ചിന്തകൾ കൂടി ഉഴലുന്ന ഒരു സ്വഭാവം, അതുപോലെ തന്നെ എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ജീവിക്കുന്നു. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ ഞാനൊരു സ്വയം സഹതാപത്തിന്റെ ഇരയാവുന്നു. അത് വളരെ, ഈ സ്വയം സഹതാപം എന്നുള്ളത് വളരെ ഒരു വലിയൊരു ഒരു രോഗത്തിന്റെ, നമ്മുടെ രോഗത്തിന്റെ അല്ലെങ്കിൽ അൺമാനേജബിലിറ്റിയുടെ ഒരു ഭാഗമാണ്. ഞാൻ നാശം വിതച്ചുകൊണ്ട്, ബിഗ് ബുക്കിൽ പറയുന്നത് എന്താണ്, ചുഴലിക്കാറ്റ് പോലെ ഞാൻ ആഞ്ഞടിച്ചു പോകുന്നു. എന്റെ ഈ മദ്യപാനത്തിന്റെ മുമ്പിൽ വരുന്ന എല്ലാവരും, അഥവാ എന്റെ കുടുംബത്തിലെല്ലാവരെയും, അവരുടെ കുഞ്ഞുങ്ങളെയും, ഭാര്യയെയും, അച്ഛനെയും, അമ്മയും മുതലുള്ള എല്ലാവരെയും അവരുടെ ജീവിതത്തിൽ നശിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരാൾ മദ്യപിക്കുന്നുകൊണ്ട് വരുന്നത്. അതുപോലെ തന്നെ കുടുംബജീവിതത്തില് എല്ലാ അടുത്ത ബന്ധുക്കളോടെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. നമ്മുടെ വൈകാരികമായിട്ടുള്ള എല്ലാവർക്കും ഉണ്ട്, എല്ലാ മനുഷ്യനും, മൃഗങ്ങൾക്ക് പോലും ഉണ്ട് അവരുടേതായിട്ടുള്ള ഒരു വൈകാരിക. സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും എന്നുള്ളത് മൃഗങ്ങൾക്ക് പോലും അറിയാവുന്നതാണ്. അപ്പൊ അത് മനുഷ്യനിലേക്കും. അതുപോലെ തന്നെ ഒരു കടപ്പാടുകൾ, എന്റെ റെസ്പോൺസിബിലിറ്റികൾ, എന്റെ ഉത്തരവാദിത്തങ്ങൾ, ഇതിൽ നിന്നല്ല ഞാൻ വിട്ടുപോയിട്ട് ഞാൻ എന്റെ വ്യക്തിബന്ധങ്ങളെല്ലാം മുറിവേൽക്കപ്പെടുന്നു. പിന്നീട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു വലിയൊരു അപാകതയായിട്ട് മാറുകയാണ് ഡിപ്രഷൻ എന്നുള്ള വിഷാദ രോഗം. ഒരു വിഷാദത്തിൽ നമ്മൾ ഒറ്റപ്പെട്ട്, ആ വിഷാദ രോഗത്തിനുള്ള മരുന്ന് എന്താണ്? മദ്യപിച്ച് കഴിയുമ്പോൾ ആ വിഷാദമൊക്കെ വിട്ടുമാറിയിട്ട് നമ്മൾ ഊർജ്ജസ്വലതയോടെ സടകുടഞ്ഞ് എഴുന്നേൽക്കും. അതുപോലെ തന്നെ നമ്മൾ സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക്, മൊത്തത്തിലൊരു യാതൊരുവിധ മനസ്സമാധാനമില്ലാത്ത ഒരു തലത്തിലേക്ക് നമ്മൾ എത്തുന്നു. അപ്പൊ ഈ രീതിയിൽ അത് കുറെ കാര്യങ്ങളോടെ ഉണ്ട്. ഞാനത് മുമ്പ് പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാനതുകൊണ്ട് അപ്പൊ ഈ അൺമാനേജബിലിറ്റീസ് ഞാൻ ശരിക്കും മനസ്സിലാക്കിയാൽ, അതൊരു സ്പോൺസറുടെ സഹായത്താൽ പരസ്പരം ഇരുന്ന് ഈ അൺമാനേജബിലിറ്റി എന്നുള്ള പാർട്ട് പലരും വിട്ടുപോകാറുണ്ട്. മദ്യത്തിന് മുമ്പിൽ ശക്തിഹീനാണ് എന്നുള്ള തുറന്ന സമ്മതിക്കൂടെ മദ്യം നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നു. നേരെ നമ്മൾ രണ്ടാമത്തെ പടിയിലേക്ക് പോകും. എന്റെ ജീവിതം അനിയന്ത്രിതാവസ്ഥയെ കുറിച്ച് ഉള്ളൊരു നല്ല ഡിസ്കഷൻസ് നടന്നാലാണ് നമുക്കിത് മുമ്പോട്ട് നന്നായിട്ട് പോകാൻ പറ്റുള്ളൂ. അത് ഇല്ലാത്തടത്തോളം ഈ അൺമാനേജബിലിറ്റി എന്താണെന്ന്, അഥവാ എന്റെ വാട്ട് ഈസ് മൈ പ്രോബ്ലം, എന്റെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കത്തോളം കാലം മുന്നോട്ടുള്ള പടികൾ സുഗമമായിരിക്കില്ല. അങ്ങനെയുള്ളവരുടെ സോബറേറ്റിയിൽ പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെ ബിഗ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ എന്റേതായിട്ടുള്ള ആശയങ്ങൾ പറയുന്നതല്ല, അല്ലെങ്കിൽ ഈ ടോലുവിൽ ഇതിനെ കുറിച്ച് എഴുതിയിട്ടുള്ളതാണ്. പിന്നീട് നമ്മൾ രണ്ടാമത്തെ പടിയിലേക്ക് പോകുന്നു. നമ്മളെ സുബോധവാന്മാരാക്കുവാനായിട്ട് നമ്മളെക്കാൾ വലിയൊരു ശക്തിക്ക് മാത്രമേ. അപ്പൊ എന്താണ് ഈ സുബോധവാനാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു പൂർണ്ണമായിട്ടുള്ള ഒരു സമ്മതം ഞാൻ നടത്തുകയാണ്. ഞാനൊരു രോഗിയാണ്. ഞാൻ ഒരിക്കലും, കാരണം ഇവിടെ ഞാൻ കൺവിൻസ് ചെയ്തിരിക്കുന്നു, ഈ അൺമാനേജബിലിറ്റി മനസ്സിലാക്കുന്നതോടുകൂടി അതൊരു രോഗത്തിന്റെ പ്രതിഫലനമാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ ഞാനിതൊരു രോഗമാണ്, ഞാനൊരു രോഗിയാണ്. അതിന് ഒരു വളരെ ലളിതമായ ഭാഷയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, സുബോധവാന്മാരാക്കുവാൻ. അപ്പൊ സുബോധവാൻ എന്നുള്ള വാക്ക് നമ്മളൊരു ഗൂഗിളിലോ അല്ലെങ്കിൽ ഡിക്ഷണറിയിലോ സെർച്ച് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? സുബോധത്തിന്റെ ഓപ്പോസിറ്റ് എന്നാണ് അബോധവാനാണ്. അതിന്റെ ഇൻസാനിറ്റി, ഇംഗ്ലീഷിലെ വാക്കിൽ ഇൻസാനിറ്റി എന്നും അതിന്റെ ഓപ്പോസിറ്റ് വേർഡാണ് സാനിറ്റി.
അപ്പൊ അതിന്റെ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ ഇൻസാനിറ്റിയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് എന്നാണ്. അപ്പൊ അതൊരു രോഗത്തിന്റെ, ഒരു ഭ്രാന്തമായ രോഗത്തിന്റെ അവസ്ഥയിൽ നിന്ന് എനിക്ക് മോചനം തരാനായിട്ട് ഒരു വലിയ, എന്നേക്കാൾ വലിയൊരു ശക്തിക്ക് മാത്രമേ സാധിക്കുന്നുള്ളത് വിശ്വസിക്കാൻ ഞാൻ തുടങ്ങി. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് വളരെ വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണ്. അതിനപ്പോ ലളിതമായിട്ട് ഇതൊന്നും ഒരു പടികളും പോലും ലാളിത്യത്തോട് കൊടുക്കരുത്. എല്ലാ പടികളും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഒന്നാമത്തെ പടിയാണ് ഈ അൺമാനേജബിലിറ്റി ശരിക്കും മനസ്സിലായാലാണ് നമുക്ക് മറ്റുള്ള പടി. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒന്നാമത്തെ പടി ഒരു 100% സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ രണ്ടാമത്തെ പടിയിലേക്ക് എത്തുന്നത് നമ്മൾ ഇവിടെ ആ ഒരു വിശ്വാസത്തിന്റെ അതല്ല, നമ്മൾ സാധാരണ ഇംഗ്ലീഷിലൊക്കെ പറയും ഐ കെയിം ടു ബിലീവ്. ഞാൻ കെയിലേക്ക് എത്തി. ഇംഗ്ലീഷിൽ ശരിക്കും പറയുമ്പോൾ അതത്ര അങ്ങ് ഒത്തുവരുമെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ എയിൽ വന്നു, എനിക്ക് മീറ്റിങ്ങിൽ പങ്കെടുത്തു, ഞാൻ വിശ്വാസത്തിലേക്ക് വന്നു എന്നൊക്കെ അതിന് മലയാളത്തിൽ പറയാൻ തോന്നുന്നു. എന്റെ എക്സാക്ട് മലയാളം എനിക്ക് പറയാൻ അറിയാൻ പാടില്ല. അപ്പൊ അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ പടിയിലേക്ക് പോകുന്നു. ഈ ശക്തി, അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ ഒരു മാറ്റം നമ്മൾ ആരംഭിക്കണം. ഒന്നാമത്തെ പടിയിൽ മുതൽ ഞാൻ പലപ്പോഴും എന്റെ ഒരു അനുഭവം വെച്ച് പറയുമ്പോൾ ഒന്നാമത്തെ പടി മുതൽ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു മാറ്റത്തിനാണ്. ഒന്നാമത്തെ പടിയുടെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ എന്താണ്? മാറ്റം, ചേഞ്ച്. എനിക്കിവിടെ മാറേണ്ടിയിരിക്കുന്നു. ഇത് തന്നെയാണ് രണ്ടാമത്തെ പടിയിലും. ഞാൻ വിശ്വസിക്കാൻ തുടങ്ങുന്നു. ഇതുവരെ ഒന്നിലും വിശ്വാസം, മദ്യത്തിലും മാത്രം. മദ്യത്തിലാണ് എന്റെ വിശ്വാസമുള്ളൂ. മദ്യം 4 കീറിക്കഴിഞ്ഞാൽ എനിക്ക് സുഖം കിട്ടി, സന്തോഷം കിട്ടി, എന്റെ ദുഃഖങ്ങൾ മറക്കാൻ സാധിക്കുന്നു, എന്റെ ദേഷ്യവും വിദ്വേഷവും പകയൊക്കെ ഇരട്ടിപ്പിക്കാൻ പറ്റുന്നു. അങ്ങനെയുള്ള ഒരു തലത്തിൽ നിന്ന് ആ ആശ്രയത്വം, മദ്യത്തിലുള്ള ആശ്രയത്വത്തിൽ മാറ്റിയിട്ട് ഞാൻ ദൈവത്തിലേക്കുള്ള ആശ്രയത്തിലേക്ക് മാറുന്നു. അപ്പൊ ആശ്രയത്വത്തിലുള്ള മാറ്റം അഥവാ ചേഞ്ച് ആണ് ഇവിടെ തന്നെ സംഭവിക്കുന്നത്. മൂന്നാമത്തെ പടിയിലേക്ക് വരുമ്പോൾ ഈ ശക്തിയിൽ എന്റെ ജീവിതവും എന്റെ ഇച്ഛകളും മനസ്സിലാക്കി ഞാൻ വിട്ടുകൊടുക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. ഇവിടെ ഒരു മാറ്റമാണ്. ഞാൻ എൻ്റെ ഈ സ്വാർത്ഥതയുടെ എന്താണ് നമ്മുടെ ബിഗ് ബുക്കിൽ പറയുന്നത്? സെൽഫിഷ്നെസ് ആൻഡ് സെൽഫ് സെന്റേർഡ്നെസ്. ഇതാണ് നമ്മുടെ പ്രോബ്ലം എന്ന് ബിഗ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ സ്വാർത്ഥതയും സ്വകേന്ദ്രീകൃതമായ ജീവിതവും, ഞാനാണെന്നുള്ള ഭാവം, എല്ലാം എൻ്റെ വരുതിയിൽ നിന്നിരിക്കണം, ഞാൻ പറയുന്നതിനപ്പുറം ഒരു വാക്കില്ല. ഇവിടെ അത് നമ്മുടെ വീട്ടിലാണല്ലോ അത് ഏറ്റവും കൂടുതൽ പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ജോലി സ്ഥലത്താണെങ്കിൽ എന്റെ കീഴ് ജീവനക്കാരുടെ മേലെ അടിക്കില്ല ഞാൻ പറയുന്നത്. ഞാൻ പറയണ മാതിരിയൊക്കെ ചെയ്താന്ന് പറയും. ഒരു കീഴ് ജീവനക്കാരൻ പറയാണ് ഇതെല്ലാം ഇങ്ങനെയാണ് ചെയ്താൽ നല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കത്തില്ല. അവനെ കേൾക്കാൻ നമ്മൾക്ക് സമ്മതില്ല. പറഞ്ഞില്ല, പറഞ്ഞോണങ്ങ് ചെയ്താച്ചാൽ മതി. നമ്മൾ തെറ്റ് ചെയ്യിപ്പിച്ചാൽ പോലെ, അത് തെറ്റായിട്ട് കുളമായ പോലും നമ്മൾ അതിനെ അംഗീകരിക്കാൻ എന്നാലും തയ്യാറാവില്ല. അതുപോലെ തന്നെ വീട്ടിലും നല്ല എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഭാര്യയോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മൾ അതിനെ കേൾക്കത്തില്ല. ഞാൻ പറയും, അപ്പൊ പറയുന്നത് എന്താണ്, കൂടുതൽ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട, ഞാനൊരു കാര്യം പറഞ്ഞില്ല, അതങ്ങ് ചെയ്തേച്ചാൽ മതി. അപ്പൊ അവരെല്ലാം മുറിപ്പെടുത്തിക്കൊണ്ട് മക്കളുടെ ചില ആവശ്യങ്ങൾക്കൊക്കെ, മക്കൾ ചില ആവശ്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആവശ്യങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകും. അപ്പൊ ഇവിടെ മുതൽ നമുക്കൊരു പ്രവർത്തനത്തിന്റെ ആവശ്യം പറയുന്നുണ്ട് ബിഗ് ബുക്കിൽ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ പറഞ്ഞ മൂന്നാമത്തെ പടിയിൽ ബിഗ് ബുക്കിൽ 2 പ്രാവശ്യം ഇപ്പോൾ ഞങ്ങൾ മൂന്നാമത്തെ പടിയിലായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ആ മൂന്നാമത്തെ പടിയിലേക്കുള്ള അവിടെ വെച്ചാണ്, അവിടെ മുതലാണ് നമ്മൾ ഒരു പ്രാർത്ഥനയുടെ, ബിഗ് ബുക്കിൽ ഒരു പ്രാർത്ഥന നമുക്ക് ആരംഭിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പടികളിൽ തന്നെ നമ്മൾ ഒരു സത്യസന്ധതയാണല്ലോ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ സത്യസന്ധതയിൽ നിന്ന്, അതുകൊണ്ട് നമ്മൾ അവിടെ വെച്ചിട്ട് സത്യസന്ധമായിട്ട് ഞാൻ എന്ന് ആഗ്രഹിച്ചോ, അതിനുശേഷം ഇവിടെയുള്ള നമ്മുടെ ഇരിക്കുന്ന ഇത്രയും പേരിലും സത്യസന്ധമായിട്ട് എന്ന് ആഗ്രഹിച്ചോ, സത്യസന്ധമായിട്ട് എൻ്റെ ഉള്ളിലൊരു പ്രാർത്ഥന വന്ന, ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന വന്നാൽ അതൊരു പൂർണ്ണമാണെങ്കിൽ നമുക്ക് മദ്യപിക്കേണ്ടതായിട്ടുള്ള ശരീരത്തിൽ നിന്നുള്ള ആ ഒബ്സഷൻ നമ്മളിൽ നിന്ന് വിട്ടുതരും. ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ടോ? അവിടെ ശബ്ദത്തിന് വല്ല പ്രശ്നമുണ്ടോ? ശരിക്കും കേക്കാവോ? നല്ല ക്ലിയർ ആണ്, നല്ല ക്ലിയർ ആണ്. നല്ല മഴയാണ്, അതുകൊണ്ട് പറഞ്ഞു. അപ്പോ ഒന്നാമത്തെ പടിയിൽ തന്നെ നമ്മളൊരു അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ പറഞ്ഞു വരുന്നതിൽ വളരെ ഒന്നാമത്തെ പടിയിൽ മുതൽ നമ്മളൊരു പ്രാർത്ഥനയുടെ തലത്തിലുണ്ട്. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലുണ്ടാവും. കാരണം ഒന്നാമത്തെ പടിയിലുള്ള ഈ അൺമാനേജബിലിറ്റിയിൽ നിന്നും
ഈ ശക്തിഹീനതയിൽ നിന്നും മാറ്റാനായിട്ട് നമ്മൾ എന്താണ്, നമ്മളൊരു അപേക്ഷ നടത്തുകയാണ് ദൈവത്തോട്. അതുകൊണ്ട് മാത്രമാണ് നമ്മളിന്ന് മദ്യപിക്കാതിരിക്കുന്നത്. രണ്ടാമത്തെ പടിയിൽ വരുമ്പോൾ അത് കുറച്ചുകൂടെ ആ ഒരു വിശ്വാസത്തിലേക്ക് വരുന്നു. ഒന്നാമത്തെ പടിയിൽ ഒരു വിശ്വാസമൊന്നുമില്ല. എന്റെ ഉള്ളിലുള്ള വിശ്വാസം എനിക്ക് ചുറ്റുമിരിക്കുന്ന അംഗങ്ങളാണ്, അവരിലുള്ള ജീവിതങ്ങൾ മാറിയെന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് എനിക്ക് ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ആകർഷിക്കുന്നത്. പിന്നെ ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് സാധിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ പടിയിൽ ഒരു പ്രാർത്ഥനയുണ്ട്, ഒന്നാമത്തെ പടിയിൽ. പക്ഷെ മൂന്നാമത്തെ പടിയിൽ വ്യക്തമായ രീതിയിൽ ഒരു പ്രാർത്ഥന നമ്മുടെ മുമ്പിൽ നമ്മുടെ സ്ഥാപകരായിട്ടുള്ള ഫൗണ്ടേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ല, ഈ പ്രാർത്ഥന തുടങ്ങുന്നതിന് 2 പേജ് മുമ്പ് ഇപ്പോൾ ഞങ്ങൾ മൂന്നാമത്തെ പടിയിലായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം 2 പേജ് കഴിഞ്ഞിട്ട് അപ്പൊ ആ 2 പേജിനിടയ്ക്ക് ഒരു പ്രവർത്തനത്തിന്റെ ആവശ്യമുണ്ട്. ആ പ്രവർത്തനം എന്താണ്? എഗൈൻ നമ്മളൊരു സ്പോൺസറുമായിട്ട് ഇരുന്ന് അദ്ദേഹത്തോടൊപ്പം ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇനി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഒത്തിരി നല്ല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അടിസ്ഥാനപരമായ നമ്മുടെ കുഴപ്പങ്ങൾ നമ്മുടെ തന്നെ സൃഷ്ടികളാണെന്ന് വിചാരിക്കുന്നു. നമ്മളിൽ നിന്ന് തന്നെയാണ് അത് ഉയർന്നു വന്നത്. സ്വേച്ഛയാൽ നയിക്കപ്പെട്ട കുഴപ്പത്തിലെത്തിയതിന് അമിത വിദ്യാസക്തിന് ഒരു കടുത്ത ഉദാഹരണമാണ്. ഇതൊക്കെ ഞാൻ വായിച്ചു വന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഈ 61ാമത്തെ പേജ് 60 ഇതൊക്കെ 60, 61, 59 മുതലുള്ള പേജുകളിലൊന്നും ഒന്നും ഉപേക്ഷിക്കാനില്ല. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോരോ വാക്കുകളിലും അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. കാരണം അവിടെ മുതല് ഇവിടെ നമ്മൾ ഒരു പുതിയൊരു കണ്ടെത്തുകയാണ് മൂന്നാമത്തെ പടി. അതാണ് ഇതിനകത്തുള്ള ഒരു ആക്ഷൻ എന്ന് പറയുന്നത്. ആ കണ്ടെത്തൽ എന്നുള്ളത് ഒരു സെർച്ചിങ്, സെൽഫ് സെർച്ചിങ്. അപ്പൊ അതൊരു ആക്ഷനാണ്. ആ ആക്ഷനിൽ നിന്ന് എന്താണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഇനി അങ്ങോട്ട് ജീവിത നാടകത്തിൽ ഞങ്ങളുടെ ഡയറക്ടർ ദൈവമായിരിക്കും. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഈ ഡയറക്ടർ എന്നുള്ളത് ഡി ക്യാപിറ്റൽ ലെറ്റർ ആണ്. കാരണം അത് മലയാളത്തിൽ അങ്ങനെ ഉള്ള ഒരു ഇതില്ലല്ലോ നമുക്ക്. അപ്പൊ ഫ്രം ഹിയർ ഗോഡ് ഈസ് അവർ ഡയറക്ടർ. അപ്പൊ ആ ജി എന്നുള്ളതും ഗോഡ് എന്നുള്ളതിന് എല്ലായിടത്തും ക്യാപിറ്റലാണല്ലോ. ഏത് മതത്തിലായാലും അത് ഉപയോഗിക്കുന്നത് അങ്ങനെയാണല്ലോ. അപ്പൊ ദൈവമാണ് മുതലാളി എന്ന് ഞാൻ തീരുമാനമെടുത്തു. അദ്ദേഹമാണ്, അതിനകത്ത് ഇംഗ്ലീഷിൽ അത് ഹി ക്യാപിറ്റൽ ലെറ്ററില്ല. അദ്ദേഹമാണ് എന്റെ മുതലാളി, ഞങ്ങൾ വെറും ഏജന്റുമാർ മാത്രം. അദ്ദേഹമാണ്. ഹീസ് മൈ ഫാദർ. ഹീയും എഫും എനിക്ക് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം ഇംഗ്ലീഷ് ബുക്കിൽ. അപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ മക്കളും. ഇവിടെ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിശ്വാസത്തിന്റെ അടിത്തറ പാകിത്തരാണ്. ഇനി അങ്ങോട്ടുള്ള എന്റെ ജീവിതത്തില് ഞാൻ അദ്ദേഹത്തിന്റെ ഈശ്വരന്റെ മകനായിട്ട് നമ്മൾ മാറുന്നു. അഥവാ നമ്മളൊരു പുതിയൊരു ജീവിതം നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ മോചനത്തിലേക്ക് ഞങ്ങൾ നടന്നീങ്ങിയ വിജയകരമായ കവാടത്തിന്റെ മൂലക്കല്ല് ഈ ആശയമായിരുന്നു. അപ്പൊ ഇവിടെ ഒരു മൂലക്കല്ലാണ്, നമ്മുടെ റിക്കവറിയിലേക്കുള്ളതിന്റെ ഒരു മൂലക്കല്ലാണ് ഈ മൂന്നാമത്തെ പടിയിലെ നമ്മള് ഒരു ദൈവത്തിലെ പലരും വെറുതെ പറഞ്ഞു പോകാറുണ്ട്, ഞാൻ ദൈവത്തിലേക്കെല്ലാം വിട്ടുകൊടുത്തു എന്ന്. അങ്ങനെയുള്ള വിട്ടുകൊടുക്കലല്ല. ഇവിടെ ഞാൻ ബോധപൂർവം എടുക്കുന്ന ഒരു തീരുമാനമായിട്ടൊന്ന് മാറണം. വിട്ടുകൊടുത്തു, അതിനുശേഷം വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. ദൈവമെല്ലാം നോക്കിക്കൊള്ളുന്നൊന്നും എങ്ങും എഴുതിയിട്ടില്ല. നമുക്ക് യു ഹാവ് ടു ടേക്ക് റിഗറസ് ആക്ഷൻ എടുത്താൽ മതിയാവുള്ളൂ. അപ്പൊ ഇങ്ങനെ അതിനുശേഷമാണ് നീ പ്രാർത്ഥനയിലേക്ക് വരുന്നത്. അതിനകത്താണ് ആ പ്രാർത്ഥനയിൽ നമ്മൾ വായിച്ചാണ് ദൈവം. ഞാനിത് നിങ്ങളോട് ഇത്തിരി ഇത് എടുത്തു പോകുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് ചിലർ ആദ്യമായിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ആയിക്കോട്ടെ. എനിക്കും ഇതൊക്കെ റിവൈസ് ചെയ്ത് പോകുമ്പോൾ എനിക്കും പ്രയോജനം കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെല്ലുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പൊ ദൈവമേ, ഞങ്ങൾ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ എന്നെ പ്രവർത്തിപ്പിക്കുന്നതിന്, എന്നെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. സ്വാർത്ഥതയുടെ കെട്ടുപാടിൽ നിന്ന് എനിക്ക് മോചനം തരിക. അങ്ങനെയായാൽ അങ്ങയുടെ ഇംഗിതം ഞാൻ കൂടുതൽ ഭംഗിയെ നിറവേറ്റും. എന്റെ ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കുക. അങ്ങനെയായാൽ അങ്ങയുടെ ശക്തിയും സ്നേഹവും അങ്ങയുടെ ജീവിതമാർഗവും ദർശനവും മൂലം എനിക്ക് സഹായിക്കാൻ കഴിയുന്നവർ ഞാൻ പ്രയാസങ്ങളുടെ മേൽ വിജയം കൈവരിക്കുന്നതിന് സാക്ഷി വയ്ക്കും. ഞാൻ എപ്പോഴും അങ്ങയുടെ ആഗ്രഹം നിർവഹിക്കാൻ ഇടപെട്ടു. 62ാമത്തെ പേജിലുള്ള മൂന്നാമത്തെ പടിയുടെ പ്രാർത്ഥന. അപ്പോൾ ഒന്നാമത്തെ പടിയിൽ പ്രാർത്ഥനയുണ്ട്, രണ്ടാമത്തെ പടിയിലും പ്രാർത്ഥനയുണ്ട്. പക്ഷെ ബിഗ് ബുക്കിലും ഒരു പ്രത്യേകമായിട്ട് ഉള്ളൊരു മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു പ്രാർത്ഥന മൂന്നാമത്തെ പടിയുടെയും 7ാമത്തെ പടിയിലെയും 11ാമത്തെ പടിയിലെയും പ്രാർത്ഥനയാണ്. അപ്പൊ ഇതിനു ശേഷം നമ്മൾ ഈ പ്രെയർ ഒക്കെ പഠിച്ച് മൂന്നാമത്തെ പടി, ഇവിടെ മുതൽ നമ്മൾ മൂന്നാമത്തെ പടി ക്ലിയർ ആയെന്ന് നമ്മുടെ ബോധപൂർവ്വം നമ്മുടെ സ്പോൺസർ പറയാണ്. ഓക്കെ,
ഇനി എന്താണ്? നാലാമത്തെ പടിയിലേക്ക് പോവാം. അപ്പൊ ഇവിടെ പല ആളുകളും പെട്ടെന്ന് നാലാമത്തെ പടി ചെയ്യാനായിട്ട് ഈ മൂന്നാമത്തെ പടിയൊക്കെ ക്ലിയർ ആയി കഴിയുമ്പോൾ ചെയ്യാനായിട്ടുള്ള ഒരു സാധനം. പക്ഷേ നാലാമത്തെ പടിയിലേക്ക് വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു വിശകലനം നടത്തി അല്ലെങ്കിൽ സ്പോൺസറൊക്കെ ആയിട്ടിരുന്ന് സംസാരിച്ചു കഴിയുമ്പോൾ ഒരു മടി തോന്നാറുണ്ട്. മടി തോന്നുന്നതല്ല, ഒരുപാട് പേർക്ക് പറ്റുന്ന ഒരു അബദ്ധമാണിത്. അപ്പൊ എന്തുകൊണ്ടാണ് അത് പറ്റുന്നത്? ഞാനിപ്പോ മദ്യപിക്കുന്നില്ല, എന്റെ ജീവിതത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അപ്പോഴത്തേക്ക് 1 വർഷമോ 2 വർഷമൊക്കെ ചിലരിലായിരിക്കും, 1 വർഷം എന്തായാലും ആയിരിക്കും നാലാമത്തെ പടിയിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും. ഒരു വർഷം എത്ര നീട്ടിക്കൊണ്ടൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 3 മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് നാലാമത്തെ പടി ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഏതായാലും അതിനെക്കുറിച്ച് ഞാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നതിനെ കുറിച്ച്. ഞാൻ എന്തായാലും കുറച്ച് നീട്ടിപ്പോയ ആളാണ്. ഞാൻ സ്വന്തം നീക്കി വെച്ച ആളാണ്. പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിച്ചു ഇപ്പം എല്ലാം ശരിയാണ്, മദ്യപാനം കുടിക്കണമെന്നുള്ള ആവശ്യമില്ല, തോന്നലുകളില്ല, പ്രശ്നങ്ങളില്ല, സമൂഹത്തിലും എന്റെ ജോലി സ്ഥലത്തും ഒക്കെ എനിക്കൊരു അംഗീകാരം കിട്ടാൻ തുടങ്ങിയിരിക്കുന്നു. സന്തോഷമാണ്. നിരന്തരമായിട്ടുള്ള മീറ്റിങ്ങുകളിൽ കൂടുന്നുണ്ട്. അതിലുപരിയായിട്ട് ഒരുപാട് സർവീസ് മേഖലകളിൽ ഒത്തിരി വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോ ഒത്തിരി നല്ല നല്ല ബന്ധങ്ങളുണ്ടായി, സുഹൃത്തുക്കളുണ്ടായി, സുഹൃത്തുക്കൾ. അപ്പൊ പിന്നെ ഇത് മതിയില്ല, ഇനി ഈ എഴുതാനും പഠിക്കാനും ഒക്കെ പോകണ അതൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് വിചാരം പിന്നെ വേണമെങ്കിൽ പിന്നെ മനസ്സിൽ വിചാരിച്ചു ഒരു നീട്ടി വെച്ചുകൊണ്ട് പോവാം, കുറച്ചിടം കഴിഞ്ഞിട്ട് ചെയ്യാം. അതായത് ചെയ്യാനായിട്ടുള്ള ഒരു സന്നദ്ധതയാണല്ലോ നമുക്ക് ഇതിന്റെ ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്തുള്ള ചിലവാക്കുന്നുണ്ട്. വില്ലിങ്നെസ് ഇസ് ദ കീവേഡ് എന്ന് പറയും. അപ്പൊ സന്നദ്ധതയാണ് ഇതിന്റെ ആവശ്യം. അപ്പൊ പക്ഷെ ഈ സന്നദ്ധതയിൽ വിത്തൗട്ട് ആക്ഷൻ ഇറ്റ് ഈസ് യൂസ്ലെസ്. ആ സന്നദ്ധത ഉണ്ടാകും, പക്ഷെ ഞാൻ പ്രവർത്തിക്കില്ല, പിന്നെ എന്താ പ്രയോജനം? ഒരു പ്രയോജനം ചെയ്യത്തില്ല. അപ്പൊ എനിക്ക് ഇവിടെ നാലാമത്തെ പടിയിലേക്ക് ഒട്ടും തന്നെ താമസിക്കാതെ പോയാൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പൊ ഇതിനകത്ത് അതുകൊണ്ടാണ് ഞങ്ങൾ വ്യക്തിപരമായ ഒരു കണ്ടെത്തൽ തുടങ്ങി. ഇത് നാലാമത്തെ പടിയായിരുന്നു. അപ്പൊ വ്യക്തിപരമായിട്ട് എന്നെ തന്നെയുള്ള ഒരു കണ്ടെത്തൽ എനിക്ക് നടത്തേണ്ടതിന്റെ ആവശ്യകത. അതിൽ കൂടി ഞാൻ ഒരു നാലാമത്തെ പടിയെ കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ നമ്മൾ വായിച്ചാണ്. ഒരു ഷോപ്പ് ഉടമ അദ്ദേഹത്തിന്റെ കടയിലെ സ്റ്റോക്ക് എടുക്കുന്നത് പോലെ എന്തൊക്കെയാണ് നല്ലത്, എന്തൊക്കെയാണ് ചീത്ത, എന്തൊക്കെയാണ് എന്റെ കയ്യിലുള്ളത്, ഇപ്പോൾ എന്തൊക്കെയാണ് ഒരുപാട് ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കൾ, ഇതെല്ലാം ഞാൻ ഒരു ഷോപ്പ് ഉടമ അങ്ങനെ പോകുന്ന ഒരു ഷോപ്പാണ് വിജയിക്കത്തുള്ളൂ. അപ്പൊ അത് അങ്ങനെ ഇതിനെക്കുറിച്ച് എന്നെക്കുറിച്ച് തന്നെ ഒരു വിശകലനം നടത്തേണ്ടതാണ്. അപ്പൊ അതിൽ നിന്ന് ഒരു വലിയൊരു കാര്യം ഞാൻ കണ്ടെത്തുകയാണ്. വിദ്വേഷമാണ് പ്രധാന ശത്രു. എന്റെ ഉള്ളിൽ ഒരു വലിയൊരു ശത്രുവായിട്ട് വരുന്ന വിദ്വേഷം, മറ്റുള്ളവരോടുള്ള ഒരു പ്രതികാര വാഞ്ചയോടുകൂടി കത്തിജ്വലിക്കുന്ന എന്റെ ഉള്ളിൽ എന്നും കത്തിക്കൊണ്ടിരിക്കുകയാണ്. മദ്യപാനം നിർത്തി സുഖമായിട്ട് ജീവിക്കുന്നു, പക്ഷെ എന്റെ ഉള്ളിൽ കിടക്കുകയാണ് ഓരോന്നോരോന്നായിട്ട് വരുന്നതിനകത്ത് ഏറ്റവും വലിയ കാര്യം പറയുകയാണ് വിദ്വേഷമാണ് പ്രധാന. അത് അമിത മദ്യപാനികളെ മറ്റെന്തിനേക്കാളും കൂടുതൽ നശിപ്പിക്കുന്നു. അപ്പൊ ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള മനസ്സുമായിട്ട്, കാരണം ഒരു വിദ്വേഷവും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സ് എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ആ ഡിസ്റ്റർബ്ഡ് ആയിട്ട് നിൽക്കുന്ന മനസ്സ് മദ്യപിക്കുന്നില്ല എങ്കിൽ കൂടിയും ആ വ്യക്തിയുടെ അഥവാ എന്റെ മനസ്സ് ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും തെറ്റിയിരിക്കും. അപ്പൊ സ്വസ്ഥതയില്ലാത്ത അസ്വസ്ഥമായിരിക്കുന്ന മനസ്സിനുടമയാണ്, പക്ഷെ ഞാൻ മദ്യപിക്കുന്നില്ല. ആ സ്റ്റേജിൽ ജീവിച്ചിട്ട് പ്രയോജനമില്ല. അപ്പൊ ഇതിനൊക്കെ എല്ലാം എനിക്ക് പുറത്തെടുക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് വളരെ നല്ല രീതിയിൽ ഓരോ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്, എന്തുകൊണ്ടാണ് ഞങ്ങൾ കോപാൽ വരുന്നത് ഞങ്ങളോട് തന്നെ, എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര ദേഷ്യം, അത് ഈ ഡിസ്റ്റർബ്ഡ് മൈൻഡാണ്. മിക്ക കാര്യങ്ങളിലും കാണപ്പെട്ടത് ഞങ്ങളെക്കുറിച്ച് തന്നെയുള്ള മതിപ്പും ഞങ്ങളുടെ പോക്കറ്റ് ബുക്കുകളും ഞങ്ങളുടെ ഉത്കർഷയും ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളും സെക്സ് ഉൾപ്പെടെ ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന മുറിവേറ്റ് കിടക്കുന്ന അല്ലെങ്കിൽ പ്രതികാരത്തിനുള്ള സാധ്യതകൾക്ക് വേണ്ടിയിട്ട് നടക്കുന്ന ഒരു കാര്യങ്ങൾ ഇത് 1939 എഴുതിയിട്ടുള്ളതാണ്. ഇന്നും അത് തികച്ചും അതേ രീതിയിൽ തന്നെയാണ് പോകുന്നത്. മദ്യപാനികളുടെ കാര്യത്തിൽ ഈ കാര്യങ്ങളിൽ യാതൊരു മാറ്റവുമില്ല. അപ്പൊ ഈ കാര്യങ്ങളും ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളും അതിനകത്ത് ബ്രാക്കറ്റിൽ പ്രത്യേകിച്ച് എടുത്തു കൊടുത്തിരിക്കുകയാണ് സെക്സ് ഉൾപ്പെടെ. അപ്പൊ സെക്സ് ഒരു വലിയൊരു പ്രശ്നമാണെന്നുള്ളത് നമ്മൾ അറിയുന്നത്. നമ്മളത് അതിനെ ലാഘവത്തോടുകൂടി കണ്ടുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റില്ല. അതിനെ സത്യസന്ധമായിട്ട് തുറന്നു. എത്രമാത്രം നിങ്ങൾ സത്യസന്ധതയോടുകൂടി പടി ചെയ്യുന്നു അത്രമാത്രം നമ്മുടെ റിക്കവറി നന്നായിരിക്കും. അപ്പൊ ഞങ്ങളുടെ വിദ്വേഷ ലിസ്റ്റിനെ കുറിച്ച് അതിനകത്ത് നമ്മൾ 64ാമത്തെ പേര് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. എന്താണ് അതിന്റെ കാരണം, ആരൊക്കെയാണ് എന്തോ അതിന് ഏത് തലത്തിലാണ് ബാധിക്കുന്നത്. മിക്കവാറും അതിനകത്തെല്ലാം പറയുന്നത് എന്താണ്, വ്യക്തിബന്ധം, ലൈംഗിക ബന്ധം നമ്മളെ ബാധിക്കുന്നുണ്ട്. ഭയമാണ് അതിന്റെ എല്ലാ കാരണം. അസുരക്ഷിതാവസ്ഥ, ഇൻസെക്യൂരിറ്റി നമുക്കുണ്ട്. ആത്മാഭിമാനം, സെൽഫ് ഡിഗ്നിറ്റി അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം ബാധിക്കുന്ന കാര്യങ്ങളും ഉണ്ട്. അതിനകത്തെല്ലാം ബ്രാക്കറ്റിൽ ഓരോ കാര്യങ്ങളിലും
ഉള്ള ഞാൻ വിദ്വേഷമുള്ളവനാണ്, കാരണം എന്നെ അത് ബാധിക്കുന്ന എവിടെയാണെന്നുള്ള എല്ലാത്തിന്റെ അർത്ഥം ഭയമാണ്. അപ്പോൾ ഞാനൊരു ഭയത്തിന് അടിമയായ ഒരു വ്യക്തിയാണെന്ന് എനിക്ക് നാലാമത്തെ പടി കാണിച്ചു തരുന്നു. അപ്പം അഗാധമായ വിദ്വേഷം ഉൾക്കൊള്ളുന്ന ജീവിതം നിഷ്ഫലവും അസന്തുഷ്ടമായിരിക്കുന്ന വളരെ വ്യക്തമായ കാര്യമാണ് ബിഗ് ബുക്കിൽ എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ ഈ ഭയം വിദ്വേഷത്തിൽ നിന്നുണ്ടാവുന്നതിന്റെ അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്, നമ്മൾ അറിയുന്നുമില്ല. അപ്പൊ ഈ ഒരുപാട് കാര്യങ്ങൾ കൂടിയുള്ള എന്റെ മനസ്സിൽ കിടക്കുന്ന കഴിഞ്ഞ കാലങ്ങളിൽ എന്റെ ചെറുപ്പം മുതലുള്ള ഒരുപാട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി പോയിക്കൊണ്ടിരുന്ന ഞാൻ ഒരുപാട് അനുഭവങ്ങൾ, എനിക്ക് മാത്രം അറിയാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാൻ മാത്രം കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിദ്വേഷങ്ങളുണ്ട്, എന്നെ വേദനപ്പെടുത്തിയ വ്രണതപ്പെടുത്തിയിട്ടുള്ള ദുരനുഭവങ്ങൾ എനിക്കുണ്ട്. ഇതൊക്കെ എന്റെ ഉള്ളിൽ ഒരു ഇങ്ങനെ എന്താണ്, ചില ചാരത്തിന്റെ അടിയിൽ ചിലപ്പോ തീ ഇങ്ങനെ കിടക്കത്തില്ലേ, അങ്ങനെ ഒരു തീ നമ്മുടെ ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ, പഴയ കാലത്തൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ വിറകടുപ്പുകളല്ലായിരുന്നു, ആ വിറകടുപ്പുകളിലൊക്കെ ചിലപ്പോൾ രാത്രിയിൽ ചാരമൊക്കെ മൂടിയിട്ട് കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോ അമ്മച്ചിമാർക്കൊക്കെ തീ കത്തിക്കാനായിട്ടുള്ള തീ അതിന്റെ അടിയിൽ കിട്ടും. എന്നതുപോലെ ആ തീ ഇങ്ങനെ ഉള്ളിൽ കിടന്ന് പുകഞ്ഞുകൊണ്ടേയിരിക്കും. അതെനിക്ക് മാറ്റിയെടുക്കണം, അതിനെ അറിയണം എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കോപത്തിൽ നിന്ന് സ്വതന്ത്രണ്ടാകും. അപ്പൊ ഇതിൽ നിന്നുള്ള മോചനം എനിക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഭ്രാന്തമായ കോപാന്തം നിരന്തരമായി പരാതി കൊണ്ടുവരിക ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അപ്പൊ ഇതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. സാധാരണക്കാരല്ലേ, ഇപ്പൊ നമ്മുടെ നാട്ടില് സാധാരണക്കാര് മദ്യപാനികളല്ലാത്ത നമ്മളെ സംബന്ധിച്ചോളം ഇതൊക്കെ ഏതാന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കും ഇങ്ങനെയൊക്കെയുള്ള ഇതിനേക്കാളും പകയും വിദ്വേഷവും ദേഷ്യവും അടിയും ബഹളമൊക്കെ ആയിട്ട് എന്തോരം ആളുകൾ നാട്ടിലുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അതിനാണ് പറഞ്ഞിട്ടുള്ളത്, ഇത് അവയൊക്കെ സാധാരണ മനുഷ്യരുടെ അസ്പഷ്ടങ്ങളായ ആഡംബരങ്ങൾ. ഇത് സാധാരണക്കാരെ സംബന്ധിച്ചോളം, സാധാരണ ആൾക്കാരെ സംബന്ധിച്ചോളം അവർക്കതൊരു ആഡംബരമാണ്. ഒരു ഡൂബിയസ് ലക്ചറി എന്ന് ഇംഗ്ലീഷിൽ പറയും, ഡൂബിയസ്, അസ്പഷ്ടമായിട്ടുള്ള ഒരു ഇതല്ലേ. ചില ആളുകളെ സംബന്ധിച്ചോളം ചില പണവും പ്രതാപമൊക്കെ ഉള്ള ആളുകളും അല്ലെങ്കിൽ ഭയങ്കര ശരീരമായിട്ടും ഒക്കെയുള്ള ഭയങ്കര തന്റെ ഇടമുള്ള ആളുകൾ ഭയങ്കര ഇതായിട്ട് നടക്കുന്നു. അവർക്കതൊന്നും പ്രശ്നമൊന്നുമല്ല. അവരാളോട് നാല് തെറി പറഞ്ഞു, ചീത്ത പറഞ്ഞു, വഴക്ക് പറഞ്ഞു, അവരന്നേരം തന്നെ മറന്നു. പക്ഷേ അമിത മദ്യപാന ആസക്തന് ഈ കാര്യങ്ങൾ വിഷമാണ്. മദ്യത്തെക്കാളും വലിയൊരു വാക്കാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ ആങ്കർ, റിസന്റ്മെന്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങള്, അതിന്റെ കാരണങ്ങളും നമുക്ക് മനസ്സിലായില്ല. അതിനകത്ത് എല്ലാം ഉണ്ട്, വ്യക്തിബന്ധങ്ങളുള്ള കാര്യങ്ങളുണ്ട്, സെക്സ് ഉണ്ട്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ കുറിച്ച് വരുമ്പോ നമ്മളെ സംബന്ധിച്ചോളം ഇത് വിഷമാണ്. ഈ കാര്യങ്ങൾ എനിക്ക് കൊണ്ടുകൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ നാലാമത്തെ പടിയിലേക്ക് നമ്മൾ ആ പട്ടിക കംപ്ലീറ്റ് ആയിട്ട് എഴുതിയെടുക്കുക. അതിനുശേഷം നമ്മൾ അടുത്ത പടിയിലേക്ക് പോവാണ്, അഞ്ചാമത്തെ പടിയിലേക്ക് പോകുന്നു. അഞ്ചാമത്തെ പടിയിലേക്ക് പോകുന്നതിനിടയ്ക്ക് ഞാൻ അന്നും പറഞ്ഞാണ് 67-ാമത്തെ പേജ് മുതൽ ലൈംഗികതയെ കുറിച്ച് ഒരുപാട് ഒരു 67, 68, 69 പേജ് മുഴുവൻ ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ. കാരണം ഈ പ്രശ്നങ്ങളെ പുറത്തെടുക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു അവയർനെസ് എനിക്ക് ഉണ്ടായേ പറ്റുള്ളൂ. ഇതെനിക്ക് പ്രശ്നമാണ്. കാരണം ഞാൻ മദ്യത്തിൽ നിന്നൊക്കെ മാടി നല്ല കുട്ടപ്പനായി നല്ല ഷർട്ടും വണ്ടിയൊക്കെ ആകുമ്പോഴത്തേക്കും പലർക്കൊക്കെ ഒരു വണ്ടിയുള്ളവനാണ് ചിലപ്പോൾ 2 വണ്ടിയായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല കാര്യങ്ങളായി നാട്ടിലും സമൂഹത്തിലും വീട്ടിലും നമ്മുടെ പള്ളികളിലും ക്ഷേത്ര ഭാരവാഹിത്വം, അങ്ങനെ പല രാഷ്ട്രീയ മേഖലകൾ, സോഷ്യൽ ലൈഫിലൊക്കെ വളരെ ആൾക്കാർ ഒരു അത്ഭുതത്തോടു കൂടി നോക്കുക, അങ്ങനെ കഴിഞ്ഞവൻ അവനിതിപ്പോ എന്ത് ഇതായിട്ട് ജീവിക്കുന്നു. അപ്പൊ ആ ഒരു ഇത് കേൾക്കുമ്പോ ഒക്കെ നമുക്കൊരു ഹൈ കിട്ടും. ഓ, ഞാൻ മിടുക്കനായിരിക്കുന്നു. പക്ഷെ എന്റെ ഉള്ളിലും മാലിന്യം നിറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്. എന്റെ നിയത്ത് എന്ന് പറയുന്ന മലയാളത്തിൽ എന്താ പറയുക, എന്റെ മനോഭാവം എന്തിനോടും ഏത് കാര്യത്തിലും എന്റെ മനോഭാവത്തിൽ ഒരു സ്വാർത്ഥത ഉണ്ടായിരിക്കും. എന്റെ കണ്ണുകളിൽ, എന്റെ മുഖത്ത് പ്രതിഫലിക്കുന്നതല്ല എന്റെ മനസ്സിൽ. അതുകൊണ്ടാണ് ഈ രണ്ടാമത്തെ ഈ 3 പേജോളം ഈ സെക്സ് എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം വായിച്ചിരിക്കുന്നത്. ഞാൻ അതിനകത്ത് നിങ്ങളോട് അന്ന് പറഞ്ഞതാണ് 68-ാമത്തെ പേജില് ഉള്ള ഒരു ഈ വിധം ഉദാത്തമായിരുന്നുള്ള അതിന്റെ അടുത്ത് ആ 2 പാരഗ്രാഫ് ഒരു പ്രാർത്ഥന പോലെ, അഥവാ ഒരു 5th സ്റ്റെപ്പ് പ്രയർ ആയിട്ട്. കാരണം ഓരോ പടിയിലും പ്രാർത്ഥനകൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനകത്തുള്ള ഒരു പ്രാർത്ഥന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥന. എന്നാലും ഞാൻ ഒന്നോടെ വായിക്കാം. എനിക്ക് എപ്പോഴും ഇത് വായിക്കാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. കാരണം അത് എന്റെ സ്പോൺസർ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, എനിക്കത് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ വിധം
അപ്പൊ അത് അന്ന് തുടങ്ങുന്ന പാരഗ്രാഫിൽ പിന്നീട് വായിക്കേണ്ടതാണ്, ദൈവമേ, ഉദാത്തമായൊരു തെളിഞ്ഞ കുടുംബജീവിതത്തിന് രൂപം നൽകാൻ ഞാൻ ശ്രമിച്ചു. ഞങ്ങൾ എന്നുള്ളിടത്ത് ഞാൻ എന്നാക്കണം. എല്ലായിടത്തും നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ബിഗ് ബുക്ക് കയ്യിലുള്ളവര് ഞങ്ങൾ എന്നുള്ളതും എന്നുള്ളിടത്ത് ഞാൻ എന്നുള്ളതാക്കണം. അപ്പൊ കുടുംബജീവിതത്തിന് രൂപം നൽകാൻ, അപ്പൊ ഒരു തെളിഞ്ഞ കുടുംബജീവിതത്തിന് രൂപം നൽകാനായിട്ട് ഈ സെക്ഷൽ ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് എനിക്ക് മോചനം വേണം. ആ മോചനത്തിന്റെ ഒരു പ്രാർത്ഥനയാണിത്. എല്ലാ ബന്ധങ്ങളെയും ഞാൻ ഇതുമായി ബന്ധപ്പെടുത്തി. ഇത് സ്വാർത്ഥതാപരമായിരുന്നു. മാതൃകമായൊരു കുടുംബജീവിതം രൂപപ്പെടുത്താൻ, അതിൽ ജീവിക്കാനും ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു. പ്രാർത്ഥനയാണ്, 5th സ്റ്റെപ്പ് പ്രാർത്ഥന. അതിനകത്ത് പ്രത്യേകിച്ച് എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് 5ാമത്തെ പടിയിൽ പ്രാർത്ഥനയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? അപ്പൊ ഈ രീതിയിലാണ് നമ്മളോട് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ സ്പോൺസർ, എന്റെ ആദ്യത്തെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഇവിടെ കേരളത്തിൽ ഒരു സ്പോൺസർ ഉണ്ട്, അദ്ദേഹമാണ് ഇത് പറഞ്ഞതെന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ 5ാമത്തെ പടിയിൽ ഒരു പ്രെയർ ഉണ്ട്. അപ്പൊ അതിൽ ജീവിക്കാനും ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു. സെക്സ് ദൈവം തന്നതാണെന്നും അതുകൊണ്ട് നല്ലതാണെന്നും ഞാൻ എപ്പോഴും ഓർക്കുന്നു. അത് ലാഘവത്തോടെ എടുക്കാനോ സ്വാർത്ഥതാപരമോ അല്ല. അവജ്ഞയോടെയോ ആർത്തിയോടെയോ കാണേണ്ടതുമില്ല. പിന്നീട് അടുത്ത പാരഗ്രാഫ്, എന്റെ ജീവിതം, ഞങ്ങളുടെ എന്നുള്ളിടത്ത് എന്റെ ജീവിത ദർശനം എങ്ങനെ രൂപപ്പെടുത്തുന്നു അതിലേക്ക് ഞാൻ വളരേണ്ടതുണ്ട്. എന്റെ തെറ്റുകൾക്ക് ഞാൻ പരിഹാരം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാകാതെ നോക്കുകയും വേണം. ചുരുക്കത്തിൽ മറ്റേതൊരു പ്രശ്നവും പോലെ സെക്സും ഞാൻ കൈകാര്യം ചെയ്യുന്നു. ഓരോ പ്രശ്നത്തിലും എന്താണ് വേണ്ടെന്ന് ഞാൻ ദൈവത്തോട് ധ്യാനിക്കുന്നു. ശരിയായ ഉത്തരം കിട്ടും എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ. ഇതൊരു പ്രയറാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രയറായിട്ട്. എന്നാലാണ് നമുക്ക് ഈ കാര്യങ്ങളിൽ നിന്നുള്ള മോചനം നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് നമ്മുടെ ഒരു പതനത്തിലേക്കോ വീഴ്ചയിലേക്കോ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിലേക്കുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മളെ നയിക്കും. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചൊല്ലി പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്കൊക്കെ വന്നപ്പെടും. നമ്മുടെ മുമ്പിലേക്ക് ഓരോരോ അവസരങ്ങൾ വരും. ആ അവസരങ്ങളിൽ നിന്ന് എനിക്ക് മാറി നിൽക്കണമെങ്കിൽ ഇതെനിക്കൊരു പ്രശ്നമാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്കിവിടെ ഉണ്ടാക്കണം. അപ്പൊ ഇവിടുന്ന് നമുക്ക് പിന്നീടുള്ളത് എന്താണ്? 6ാമത്തെ പടിയിലേക്ക് വേണം. അതാണ് അടുത്ത ചാപ്റ്റർ മുതൽ 6, 7 പടികളൊക്കെ ഞാൻ നിങ്ങളോട് ഇവിടെ പറഞ്ഞതാണ്. എങ്കിലും 6, 7 പടികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 6, 7 പടികളിൽ കുറിച്ച് ഒരു 2 പേജ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ 6, 7 പടികളിൽ നമ്മൾ 12 പടികൾ, 5ാമത്തെ പടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് വായിക്കുന്ന പുസ്തകം എടുത്തിട്ട് 5 പടികൾ വരെയുള്ള ഭാഗങ്ങളൊക്കെ വായിച്ചിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, 4ാമത്തെ പടിയിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, അല്ലെങ്കിൽ 4ാമത്തെ പടി എഴുതിയതിനു ശേഷം 5ാമത്തെ പടി ഞാൻ എന്നോടും ഞാൻ ദൈവത്തോടും മറ്റൊരാളോടും ഏറ്റുപറയുന്ന മറ്റൊരാളോടോ ദൈവത്തോടോ ഏറ്റുപറയുന്നതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് ഒരു ശരിയായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള പരിശോധന നടത്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീണ്ടും അതിനെ ഒരിക്കൽ കൂടി അതിനെ മറന്നു. ചിലപ്പോൾ മനഃപൂർവ്വമായിരിക്കത്തില്ല, ചിലപ്പോൾ മനഃപൂർവ്വമായിരിക്കും. അങ്ങനെ മനഃപൂർവ്വമായിട്ട് ചെയ്യുന്ന, മനഃപൂർവ്വം അല്ലാതെ നമ്മുടെ മനസ്സിൽ നിന്ന് ഈ ഭാരം പൂർണ്ണമായിട്ട് എടുത്തു മാറ്റിയിരിക്കണം. അങ്ങനെ വരുമ്പോ അതുകൊണ്ടാണ് ആ വാക്ക് എഴുതിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അവസാനം അതിലൂടെ സ്വതന്ത്രനായി നടക്കുന്നതിന് ഞങ്ങൾ ഒരു കവാടം നിർമ്മിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഒരു കവാടം നിർമ്മിക്കുന്ന കവാടം സ്ട്രോങ് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം അത് പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു കടുത്ത സത്യസന്ധത ഇവിടെ ആവശ്യമുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളിൽ ഓക്കെ, ഞാൻ ഒരു റീസണബിളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, എന്നെ മനഃപൂർവ്വം ഒന്നും ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളൊരു ഇതാണെങ്കിൽ ഞങ്ങൾ 6ാമത്തെ പടിയിലേക്ക് നോക്കുന്നു. 6ാമത്തെ പടിയിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ എന്താണ് ചെയ്യുന്നത്. ഞാൻ എന്റെ ഇതിലെല്ലാം ഞാൻ എന്റെ വേർ എൻറ്റയർലി റെഡി ടു ഹാവ് ഗോഡ് റിമൂവ് ഓൾ ദീസ്, അങ്ങനെയല്ലേ, അത് തന്നെ ഡിഫക്ട്സ് ഓഫ് ക്യാരക്ടർ. ഞങ്ങളുടെ സ്വഭാവത്തിലും ന്യൂനതകൾ മാറ്റിത്തരാൻ ഞാൻ തയ്യാറായി. ആ തയ്യാറെടുപ്പിന്റെ ഇവിടെ തയ്യാറായിട്ടുള്ളൂ, വിട്ടുകൊടുത്തിട്ടില്ല. പക്ഷെ ആ തയ്യാറെടുപ്പില് എന്റെ ഒരു ഒട്ടുമിക്കാലും ഉള്ള കാര്യങ്ങൾ, എന്റെ സ്വഭാവത്തിലുള്ള പല ന്യൂനതകളും ഞാൻ തയ്യാറാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഞാൻ അന്നും പറയാണ്, ഈ 6, 7 പടികൾ എടുത്തു പോകുമ്പോൾ 1, 2, 3 പടികൾ നന്നായിട്ട് ഉപയോഗിക്കണം. എന്റെ അൺമാനേജബിലിറ്റീസും അതിൽ എന്റെ വിശ്വാസം, ദൈവത്തിലേക്കുള്ള വിശ്വാസവും അതിനുശേഷമുള്ള ദൈവത്തിലേക്കുള്ള ഒരു സമർപ്പണവും, ദൈവത്തിലേക്ക് ഞാൻ വിട്ടുകൊടുക്കുന്ന. അപ്പൊ ഈ കാര്യം എന്റെ അൺമാനേജബിലിറ്റീസിനെ കുറിച്ച് ബോധവാനാണ്, ദൈവത്തിന് സാധിക്കുമെന്നുള്ള വേർ എൻറ്റയർലി റെഡി ടു ഹാവ് ഗോഡ് റിമൂവ് ഓൾ ദീസ് ഡിഫക്ട്സ് ഓഫ് ക്യാരക്ടർ. ഞങ്ങളുടെ സ്വഭാവത്തിൽ ന്യൂനതകൾ മാറ്റുവാനായിട്ട് ഞാൻ തയ്യാറായി എന്ന് പറയുന്ന ആ ഒരു തയ്യാറെടുപ്പിൽ കൂടി പല കാര്യങ്ങളും നമുക്ക് വിട്ടുപോയിരിക്കും. നമ്മൾ 4, 5 പടി ക്ലിയർ ആണെങ്കിൽ അത് ഓർത്തിരിക്കുക. അപ്പൊ ആ രീതിയിൽ നമ്മൾ 6ാമത്തെ പടിയെ എടുത്തു. അതിനുശേഷം 7ാമത്തെ പടിയിലേക്ക് വരുന്നു. 7ാമത്തെ പടിയിൽ എന്താണ്? ഈ ഇത്രയൊക്കെ ചെയ്തതിന് ശേഷം പിന്നീടും ചിലത് അവശേഷിക്കുന്നു. ഞാൻ എത്ര ശ്രമിച്ചിട്ട് സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് മണി മാറ്റേഴ്സ്, പൈസ ചെലവാക്കുന്ന കാര്യത്തിൽ. എന്റെ കയ്യിൽ 1000 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ 1200 രൂപ ചെലവാക്കും.
ഇപ്പോഴും ആ സ്വഭാവം, പഴയ കാലത്തെ പോലുള്ള ജീവിതം. മദ്യപിക്കുന്നില്ല, പക്ഷെ മറ്റു പല കാര്യങ്ങൾ. കാരണം ഒരു ഷോ ഓഫ്, ഞാൻ ആരാണെന്ന് നിങ്ങളെ കാണിച്ചു തരാന്നുള്ള, ഞാൻ വലിയ സംഭവമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ള ഒരു ബിഗ് ഷോട്ടിസം. ബിഗ് ഷോട്ടിസത്തിന് മലയാളത്തിൽ എന്താ പറയണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വലിയൊരു സംഭവമാണെന്നുള്ളത് മറ്റുള്ളവരെല്ലാം കാണിക്കാനുള്ള ഒരു പ്രവണത. അതിൽ കൂടി നഷ്ടപ്പെടുന്ന എനിക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. കയ്യിലില്ലാത്ത കാശ്, ഒരു 1000 രൂപ വലിയ 10,000 രൂപ എന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ 20,000 രൂപയുടെ വണ്ടി മേടിക്കും. അത് കഴിഞ്ഞിട്ട് കടക്കെണിയിൽ പെടും. അല്ലെങ്കിൽ 50,000 രൂപയുടെ വണ്ടി മേടിക്കും. അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും പല ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് പോകും. പെട്ടെന്ന് ഒരു പണം ഉണ്ടാക്കാനുള്ള ഒരു ത്വര അതിനകത്തുണ്ടായിരിക്കും. അങ്ങനെ എന്റെ മനോഭാവം ആ ഒരു തലത്തിലേക്ക് മാറിക്കഴിയുമ്പോൾ നമുക്ക് അതൊരു പരാജയത്തിലേക്ക് പോകും. അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അത് വളരെ സൂക്ഷിക്കണം. അവിടെയാണ് അപ്പൊ അവിടെ 7ാമത്തെ പടിയിലുള്ള അടുത്ത പ്രാർത്ഥന വരുന്നത്. എന്റെ ദൈവമേ, എന്നിലുള്ള എല്ലാത്തിന്റെയും നന്മയുടെയും തിന്മയുടെയും അധിപൻ അങ്ങായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേക്കും എന്റെ സഹജീവികൾക്കും ഉപയോഗപ്പെടാത്ത നില എന്റെ സ്വഭാവത്തിലുള്ള ഓരോ കുറവും അങ്ങ് നീക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഹിതം ചെയ്തതിന് ഞാൻ ഇവിടെ നിന്നും മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഞങ്ങൾ 7ാമത്തെ പടി പൂർത്തിയാക്കി. അപ്പൊ ഈ 7ാമത്തെ പടിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, എന്താണ് എന്റെ ദൈവമേ, എന്നിലുള്ള എല്ലാത്തിന്റെയും, ഞാനൊരു 100% ഒരു ചീത്ത മനുഷ്യനാണെന്നൊന്നും എങ്ങും എഴുതിയിട്ടില്ല. എല്ലാ മദ്യപാനികളും എല്ലാ മനുഷ്യജീവികളിലും നന്മകളുണ്ട്. അപ്പൊ എന്റെ ഉള്ളിലുള്ള എല്ലാം ഞാൻ ദൈവത്തിന് കൊടുക്കണം, നന്മയുടെയും തിന്മ. അപ്പൊ നമുക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മാസത്തിലുള്ള 7ാമത്തെ പടിയിലുള്ളതാണല്ലോ ഡെയിലി റിഫ്രഷൻറ്റും. അതിനകത്തുനിന്ന് ഞാൻ എല്ലാം ദൈവത്തിലേക്ക് കൊടുക്കുക. എന്റെ നല്ലതും ചീത്തയും എല്ലാം ഞാൻ കൊടുക്കുകയാണ്. എന്നെ കൊണ്ട് പറ്റുന്നില്ല ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. എനിക്ക് എന്റെ സ്വഭാവത്തിലെ ചില രീതികൾ മാറ്റാൻ എനിക്ക് പറ്റുന്നില്ല. അതുപോലെ എനിക്ക് ചിലപ്പോൾ എനിക്ക് തോന്നുന്ന നല്ല കാര്യങ്ങൾ, ഞാൻ കുറെ നല്ല കാര്യങ്ങൾ ഇപ്പൊ ചെയ്ത് മാറിയിട്ടുണ്ട്. അപ്പൊ അതൊരു ഭാഗമായിട്ട് എനിക്ക് മനസ്സിലാവും. അപ്പോഴേക്കും ആ 6ാമത്തെ പടിയിൽ മാറ്റിയെടുത്തതും എന്റെ സ്വഭാവത്തിലുള്ള സദ്ഗുണങ്ങളും എന്റെ സ്വഭാവത്തിലുള്ള ദുർഗുണങ്ങളും ഞാൻ പൂർണ്ണമായിട്ടും എന്റെ എല്ലാ നന്മയും തിന്മയും എല്ലാം ദൈവത്തിലേക്ക് കൊടുക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്താണെന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ്, ഈ ബുക്ക് വായിക്കുക, സ്പോൺസർ ഉണ്ടായിരിക്കുക. സ്പോൺസർ ഉണ്ടായിരിക്കുക എന്നുള്ളതല്ല, ബിഗ് ബുക്ക് സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരു സ്പോൺസർ ഉണ്ടായിരിക്കുക. ബിഗ് ബുക്കിനെ കുറിച്ച് ഒരു അറിവുള്ള ഒരാളായിരിക്കുക. അല്ലാതെ കണ്ണടച്ച് പോകരുത്. വളരെ സൂക്ഷിക്കേണ്ടതാണ്. എന്നാൽ മാത്രമാണ് ആ സോബറിറ്റിക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരുമ്പോ എന്താണ് ഞാൻ പറഞ്ഞു വന്നത്, ഈ ഡെയിലി റിഫ്രഷിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതെല്ലാം കൂടി ഞാൻ ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ദൈവം എന്നിലുള്ള കുറവുകളെ നീക്കിയിട്ട് നല്ലതെല്ലാം എനിക്ക് തിരിച്ചു തരും, നല്ലതാക്കി തിരിച്ചു തരും. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഈ സത്യസന്ധമാണെങ്കിൽ ഏതെല്ലാം സ്വഭാവത്തിലുള്ള ന്യൂനതകളുണ്ടോ അതെല്ലാം നമ്മളിൽ നിന്ന് മാറിക്കിട്ടിയിരിക്കും. എങ്കിൽ പോലും നമ്മൾ വിചാരിക്കരുത് നമ്മുടെ സ്വഭാവത്തിലുള്ള ന്യൂനത. കാരണം നമ്മൾ വികാര ജീവികളാണ്, മനുഷ്യനാണ്. മനുഷ്യ സഹജമായിട്ടുള്ള ജന്മവാസനകൾ പിന്നെയും നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. പലപ്പോഴും തെറ്റുകൾ സംഭവിക്കാം, എങ്കിൽ പോലും തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഒരു പ്രാവശ്യം നമ്മൾക്ക് ഇങ്ങനെയുള്ള ഈ ഒരു തലത്തിൽ എത്തിയതിനു ശേഷം എന്തെങ്കിലും അബദ്ധങ്ങളോ തെറ്റുകളോ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഞാൻ ദൈവത്തിൽ നിന്ന്, ഈശ്വരനിൽ നിന്ന്, അല്ലെങ്കിൽ ആത്മീയതയുടെ ഈ യാത്രയിൽ നിന്ന് ഒരുപാട് പിന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാവും. മദ്യപിക്കുന്നു വരില്ല, പക്ഷെ ഞാൻ ഡിസ്റ്റർബ്ഡ് ആവുന്നു. ആ ഡിസ്റ്റർബൻസിനെ മാറ്റിയെടുക്കാനുള്ള പരിഹാരങ്ങളാണ് നമുക്ക് മുമ്പോട്ട് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് ആ 7ാമത്തെ പടി നിങ്ങൾക്ക് ഏകദേശം ഞാനത് പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ, എങ്കിലും ഞാനത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ഇവിടെ മുതൽ പിന്നെ നമ്മളുടെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ 8, 9 പടികൾ നമുക്ക് മുമ്പോട്ട് പോയി നന്നായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ 8, 9 പടികൾ ഞാൻ കൂടുതൽ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊന്നും പറയാം. എന്താണ് നമ്മൾ 8ാമത്തെ പടിയിൽ? നമ്മൾ ഉപദ്രവിച്ചിട്ടുള്ളവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നു. അപ്പൊ നമ്മൾ ഒരു സ്പോൺസറോട് ചെയ്യുമ്പോൾ സ്പോൺസർ 4ാമത്തെ പടി നമ്മൾ എഴുതുമ്പോൾ, കടലാസിലേക്ക് എഴുതുമ്പോൾ, പകർത്തി എഴുതുമ്പോൾ, ഒരു ബുക്കിലേക്ക് പകർത്തി എഴുതുമ്പോൾ അന്നേ പറയും, നീ ദ്രോഹിച്ചിട്ടുള്ളവരുടെ ലിസ്റ്റ് സൈഡിലൊന്ന് നോട്ട് ചെയ്ത് പോയാൽ നിനക്ക് 8ാമത്തെ പടി ചെയ്യുമ്പോൾ അത് ഉപകാരപ്പെടും. അപ്പൊ അത് വളരെ ശ്രദ്ധിച്ചിരുന്ന പിന്നീട് 4ാമത്തെ പടിയിലേക്ക് ആരെയൊക്കെ ഉപദ്രവിച്ചിട്ടുള്ളതെന്ന് ചിന്തിച്ചെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടില്ല. അപ്പൊ 4ാമത്തെ പടിയിൽ തന്നെ നമ്മളൊരു പേര് മാത്രം എവിടെയെങ്കിലും ഒന്ന് സൂക്ഷിച്ച് റൗണ്ട് ചെയ്ത് അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഉപദ്രവിച്ചു. കാരണം എന്റെ ജീവിതത്തിൽ ഉപദ്രവമായി ഞാൻ ചെയ്തിട്ടുള്ളൂ, നന്മകൾ വളരെ കുറച്ചാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ ആ സ്വാർത്ഥതയുടെ കെട്ടുപാടിലായിരുന്നു. എന്നിലുള്ള രോഗം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഒരുപാട് പേരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്റെ കുടുംബത്തില്. ഞാൻ എന്നെ തന്നെ, പേരിന്റെ ആദ്യത്തെ പേര് എന്റെ പേര് തന്നെയായിരിക്കും. ഞാൻ എന്നിലുള്ള മനുഷ്യനെ, അല്ലെങ്കിൽ എന്നിലുള്ള ആത്മാവിനെ ഞാൻ ക്രൂരമായിട്ട് ഹത്യ ചെയ്തുകൊണ്ടിരുന്നു എന്റെ ജീവിതകാലം മുഴുവൻ. എന്റെ കുടുംബത്തിലുള്ളവരെ ബുദ്ധിമുട്ടിച്ചു. എന്റെ ചെറുപ്പകാലത്ത്, യൗവനകാലത്ത് ഞാൻ ഒരുപാട് തെറ്റായിട്ടുള്ള പ്രവർത്തികളിലേക്ക് പോയി.
പല പെൺകുട്ടികളുടെയും ജീവിതം നശിപ്പിക്കാനോ അല്ലെങ്കിൽ മാനസികമായിട്ടോ ഒരുപക്ഷെ ശാരീരികമായിട്ട് പോലും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ. അവർക്ക് പല വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അങ്ങനെ മറ്റുള്ളവരെ വളരെ നികൃഷ്ടമായ ജീവിതത്തിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടാവാം. അപ്പൊ ഇതിന്റെ ഒരു കണക്കെടുപ്പ് എടുത്തിട്ട് അവരുടെ എല്ലാം ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കുക. ആ ലിസ്റ്റ് ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ 8ാമത്തെ പടി. അത് ഇവിടെയും സത്യസന്ധതയും ഇവിടെയും 1ാമത്തെയും 2ാമത്തെ പടിയും നമ്മൾ ഉപയോഗിക്കണം. കാരണം എന്റെ മനസ്സ് പലപ്പോഴും പറയും ഇത് എങ്ങനെ ഇതൊക്കെ കുറെയൊക്കെ ഞങ്ങൾ പോട്ടെ, കുറെ അവൻ എന്നോട് ഒരുപാട് ദ്രോഹം എന്നോടും ചെയ്തതല്ലേ, ഞാൻ അതുകൊണ്ട് നോ വേ അത് വർക്ക് ചെയ്യത്തില്ല. മറ്റുള്ളവരെ എന്ത് ചെയ്തെന്നുള്ളല്ല, എന്റെ മനസ്സമാധാനത്തിന് എനിക്കിതെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. ഞാൻ അവനോട് ഉപദ്രവം ചെയ്തിട്ടുണ്ട്, അവൻ എന്നോട് അതിനേക്കാൾ കൂടുതൽ ഉപദ്രവം ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവൾ എന്നോട് കൂടുതൽ ഉപദ്രവം ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ എനിക്കത് ബാധകമല്ല. എന്നെ സംബന്ധിച്ചോളം എനിക്ക് മുക്തി മോചനം ആവശ്യമാണ് ഈ കെട്ടുപാടിൽ നിന്ന്, ഈ വിദ്വേഷത്തിന്റെ കെട്ടുപാടിൽ നിന്ന്, അല്ലെങ്കിൽ വേദനപ്പെടുത്തുന്ന ഓർമ്മകളിൽ നിന്ന്. അതുപോലെ ഞാൻ നശിപ്പിച്ചുള്ളവരോട് എനിക്ക് പരിഹാരം ചെയ്തേ മതിയാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ 9ാമത്തെ പടിയിൽ പോകുന്നു. എങ്ങനെ മറ്റുള്ളവരെ അതിനുള്ള ഒരു എന്താണ്, എങ്ങനെയാണ്. ഇനിയിപ്പോ ഞാനൊരു ബിഗ് ബുക്ക് മാറ്റി വെച്ചിട്ട് എനിക്ക് വന്ന് നമ്മുടെ 12 വരാം. അപ്പൊ അവിടെ ഞാൻ ഇന്നലെ 5ാമത്തെ പടിയിൽ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം അവിടെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. നോക്കട്ടെ അതെന്താണ്. ഞാനൊരു കാര്യം വിട്ടുപോയതാണ്. 5ാമത്തെ പടിയിൽ വരുമ്പോ നമുക്ക് അല്ല 4ാമത്തെ പടി നമ്മൾ എഴുതി വരുമ്പോ അതിനകത്തൊരു 7 ഡെഡ്ലി സിൻസ്, 7 എന്താ മലയാളത്തിൽ പറഞ്ഞത്, 7 മാരകമായ പാപങ്ങള്. ആ പാപങ്ങളെ കുറിച്ച് ഞാൻ അത് വിട്ടുപോയി. അത് ഇന്നലെ ഞാൻ നോട്ട് 7 മാരകം. എന്താണ് ആ 7 പാപങ്ങള്? അഹങ്കാരം, അത്യാഗ്രഹം, കാമം, കോപം, ആർത്തി, അസൂയ, അലസത എന്നിവ. ഈ ഘോഷയാത്രയിൽ അഹങ്കാരം തലപ്പത്ത് വരുന്നത് യാദൃച്ഛികമല്ല. അഹങ്കാരമാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. ഈ അഹങ്കാരത്തിന്റെ പ്രതിഫലനമാണ് പിന്നീടുള്ള പാപങ്ങൾ വരുന്നത്. അത്യാഗ്രഹം, കാമം, കോപം, ആർത്തി, അസൂയ, അലസത. അപ്പൊ ഇതിൽ നിന്നാണ് നമുക്ക് ഈ ഒരുപാട് ദ്രോഹങ്ങൾ മറ്റുള്ളവരിലേക്ക് വരുന്നത്. അഥവാ ഈഗോ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഈഗോയ്ക്കൊക്കെ അതിലൊക്കെ അപ്പുറമുള്ളൊരു അർത്ഥത്തിലുള്ള ഒരു വാക്കായിരിക്കണം നമ്മൾ മദ്യപാനികളെ സംബന്ധിച്ചോളം. ഈഗോയോ അല്ലെങ്കിൽ അഹങ്കാരമില്ലാത്ത മനുഷ്യരില്ല. എല്ലാ വ്യക്തികളിലും, ഈവൻ മൃഗങ്ങളിലും ഒക്കെ ഉണ്ടാവും അവരുടേതായിട്ടുള്ള ഒരു ഈഗോ. അപ്പൊ ഇവിടെ ആ ഈഗോയുടെ അല്ലെങ്കിൽ അഹങ്കാരത്തിന്റെ, ഞാൻ എന്നുള്ള എന്റെ എന്നുള്ള ഒരു ഭാവത്തിന്റെ ഒരു പ്രതിഫലനമാണ് ഈ രോഗാവസ്ഥ. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾക്ക് മുമ്പോട്ട് പോയി കഴിയുമ്പോഴാണ് നമ്മൾ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ചെയ്യേണ്ട, അഥവാ നമ്മുടെ ജീവിതം വഴിതെറ്റി പോകുന്നതൊക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ 9ാമത്തെ പടിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ പ്രത്യക്ഷപരമായി പരിഹാരം ചെയ്യുന്നവർ അവർക്ക് മറ്റുള്ളവർക്ക് ഹാനി ഉണ്ടാവുന്ന സാഹചര്യം ഒഴിച്ച് ബാക്കിയുള്ളവരോടെല്ലാം കഴിയും വിധം പരിഹാരം ചെയ്തു. അപ്പൊ ചില ആളുകളോട് നമുക്ക് ഇനി നമ്മൾ ചെയ്ത പലരും 9ാമത്തെ പടി 5, 6, 7 ഒന്നും ചെയ്യാതെയൊക്കെ ചിലർ നേരെ 9ാമത്തെ പടിയിലേക്കൊക്കെ പോയതായിട്ട് കാണുന്നുണ്ട്. ഞാൻ പല ആൾക്കാരുടെ ഷെയറിങ്ങിലൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ വളരെ അബദ്ധമാണ്. നമുക്ക് ഈ 9ാമത്തെ പടിയിലും അഗൈൻ നമുക്ക് വി ഹാവ് ടു ഡിസ്കസ് വിത്ത് സ്പോൺസറുമായിട്ട് ഇരുന്ന് സംസാരിക്കണം. ഈ ഇന്ന കാര്യങ്ങളിൽ ഞാൻ എങ്ങനെ പരിഹാരം ചെയ്യണം. അതല്ലാതെ നമ്മൾ സ്വയം തീരുമാനിച്ചുകൊണ്ട് ഒരു പരിഹാരത്തിന് പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന അത് പ്രശ്നമായിട്ടു. അതുകൊണ്ടാണ് 9ാമത്തെ പടിയിൽ 83ാമത്തെ പടിയിൽ 12 പടികളും 12 പാരമ്പര്യങ്ങളിൽ നിന്നാണ് ഇനിയിപ്പോ നമ്മൾ അടുത്ത, കാരണം അതിനകത്താണ് കൂടുതൽ വിശദീകരണങ്ങൾ വന്നിരിക്കുന്നത്. ബിഗ് ബുക്കിൽ ഉണ്ട്, ഇല്ല എന്നല്ല, എങ്കിൽ പോലും അതാണ് എനിക്ക് കുറച്ചുകൂടെ സഹായം എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഉപദ്രവിച്ച ആൾക്കാരുടെ പട്ടിക തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം ഓരോ സംഭവത്തെക്കുറിച്ച് ശ്രദ്ധാപൂർവം ചിന്തിച്ചതിന് ശേഷം മുന്നോട്ട് പോകാൻ ആവശ്യമായ ശരിയായ മനോഭാവം നമുക്ക് സ്വന്തമാക്കാൻ ശ്രമിച്ചതിന് ശേഷം നേരിട്ട് പരിഹാരം ചെയ്യുന്ന പ്രക്രിയ നാം സമീപിക്കേണ്ട ആൾക്കാരെ പല വിഭാഗങ്ങളായി തിരിക്കുന്നത് കാണാം. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വീട്ടിലുള്ളവരോട് എങ്ങനെ ചെയ്യണം, പുറത്തുള്ളവരോട് എങ്ങനെ ചെയ്യണം, സാമ്പത്തികമായിട്ട് നമ്മൾ ബാധ്യതകളും കൊടുക്കാതെ കിടക്കുന്നു, അതുപോലെ വഞ്ചിച്ചിട്ടുള്ളൊക്കെ സംഭവങ്ങളുണ്ട്. അതിനെ ഓരോ ഇതായിട്ട് ഘട്ടം ഘട്ടമായിട്ട് തിരിക്കുക. സെക്ഷലായിട്ട് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്. ചില ആളുകൾക്കൊക്കെ ചെറുപ്പകാലങ്ങളിലൊക്കെ നമ്മളെ ദുരുപയോഗം ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാട് ആളുകൾക്കുണ്ടാവും. അതൊക്കെ മനസ്സിലൊരു ആർക്കും അറിയാൻ പാടില്ലാത്തതാണ്. എന്നാൽ പറയാനും പറ്റുന്നില്ല. ഇങ്ങനെയുള്ള
ഒരു ഒരു ഭയങ്കര വിങ്ങലിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അതിനൊക്കെ പരിഹാരം ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ഇറക്കി വെക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ പരിഹാരം ചെയ്യുന്നതിനോടൊപ്പം അതോടൊപ്പം തന്നെ ഈ എന്താണ് നമ്മൾ ഈ ഇതിനകത്ത് പറയുന്ന പ്രത്യക്ഷപരമായ പരിഹാരം. അപ്പൊ ആ പ്രത്യക്ഷപരമുള്ള പരിഹാരം എന്താണ്? ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം കൂടി ഇവിടെ ആവശ്യമാണ്. അതല്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. എന്നെ ഉപദ്രവിച്ചിട്ടുള്ളവരോടും ഞാൻ ഉപദ്രവിച്ചിട്ടുള്ളവരും രണ്ടും സെയിം വഴിയിൽ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് പോകണമെങ്കിൽ നമുക്കൊരു സ്പോൺസറുടെ ആവശ്യത്തിൽ തന്നെ പോകണം. ഞാൻ അതുകൊണ്ട് റിപ്പീറ്റഡ്ലി പറയുന്നത് ഇവിടെ പലർക്കും സ്പോൺസേഴ്സ് ഇല്ല എന്നുള്ളതാണ് ഒരു മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരു സ്പോൺസർ ഇല്ലാതെയും ഈ സ്റ്റഡീസ് നടത്താതെ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതിന് ഒരുപാട് ദോഷം ഉണ്ടാവും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ചില ആൾക്കാരോട് നമുക്ക് നേരിട്ട് ചെന്നിട്ട് മാപ്പ് പറയാൻ പറ്റുന്നില്ല. ഒരു പെൺകുട്ടിയായിട്ട് എനിക്ക് ചെറുപ്പകാലത്ത് ഞാൻ കോളേജിലൊക്കെ പഠിച്ചുവിടുന്ന ബന്ധങ്ങളുണ്ടാവാൻ ചിലപ്പോൾ മാനസികമായിട്ടായിരിക്കും അവരെ ബുദ്ധിമുട്ടിച്ചിട്ട്, ചിലപ്പോൾ ശാരീരികമായിട്ട് ഞാൻ അവരെ അബ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതിനൊക്കെ എങ്ങനെ പരിഹാരം ചെയ്യണം എന്നുള്ളത് നമുക്ക് നേരിട്ട് എന്നിട്ട് കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കുന്ന ഒരു പെണ്ണിന്റെ വീട്ടിലേക്ക് എന്നിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഞാനിങ്ങനെ അവര് പോലും ഒരു വർഷം മറന്നുപോയിരിക്കുന്ന സംഘം. അപ്പൊ അതുകൊണ്ട് അവരെ മാനസികമായിട്ട് നമ്മൾ വേദനിപ്പിക്കാത്ത ഒരു വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്തില്ലെങ്കിൽ സംഗതി നമ്മുടെ പണി പാളും. നമ്മൾ വീണ്ടും ഒരു മദ്യപാനത്തിലേക്ക് പോലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുക, നമ്മുടെ സ്വസ്ഥതയും നഷ്ടപ്പെടും. അത് അതിന്റെ പ്രയോജനം ചെയ്യില്ല. അപ്പൊ അത് വളരെ സൂക്ഷിച്ചു പോലും ചെയ്യണം. പിന്നെ അതാണ് ബിഗ് ബുക്കിൽ 74ാമത്തെ പേജ് പറയുന്ന ഒരു കാര്യം ഇവിടെ 9ാമത്തെ പടിയിൽ 84ാമത്തെ പേജ് പറയുന്നുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ സമയമെടുക്കാമെന്ന് നല്ല വിലയിരുത്തൽ നിർദ്ദേശിക്കുന്നു. വളരെ മോശമായതും വെളിപ്പെടുത്താൻ നമ്മൾ തികച്ചും തയ്യാറാകുമ്പോൾ മറ്റുള്ളവരുടെ ചെവിയിൽ നമുക്ക് മനസ്സമാധാനം വാങ്ങുവാനോ സ്വന്തമാക്കുവാനോ കഴിയുന്നില്ലെന്ന് നമ്മൾ തീർച്ചയായും ഓർമ്മിച്ചിരിക്കും. മറ്റുള്ളവരെ വീണ്ടും വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യരുത്. അപ്പൊ വളരെ ആ സ്വാർത്ഥത മനസ്സിലായില്ലേ? എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് നമ്മളിലുള്ള ആ സ്വാർത്ഥതയെ നമ്മൾ ഇവിടെ മനസ്സിലാക്കിയെടുക്കണം. അതുകൊണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ 9ാമത്തെ പടിയിൽ പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഈ സാമ്പത്തികമായിട്ടൊക്കെ ഉള്ള ദുരങ്ങൾ. നമ്മളിപ്പോ ഒരു ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന ഞാനൊക്കെയാണെങ്കിൽ ഞാൻ സെൻട്രൽ ഗവൺമെന്റ് സർവീസിലായിരുന്നു. ഞാൻ ഒരു കുറേയേറെ വലിയ ഇതൊന്നും അല്ലെങ്കിലും കുറെയൊക്കെ തട്ടിപ്പുകൾ മദ്യപാനകാലത്ത് നടന്നിട്ടുണ്ട്. ഏതായാലും എയിൽ വന്നതിന് ശേഷം വളരെ സത്യസന്ധമായിട്ട് ജോലി ചെയ്തു. പക്ഷെ ഞാനിതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ ഓഫീസിൽ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചുള്ള അത് പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയുള്ളടത്ത് എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഞാൻ എന്റെ ഓഫീസേഴ്സിനോട് ഇരുന്നിട്ട് ഞാൻ കുറെ ബില്ലിൽ തിരിമറികൾ നടത്തും. ഞാൻ അങ്ങനെ കുറെ പൈസ ഓഫീസിന്റെ സർക്കാർ പൈസ എന്ന് പറഞ്ഞാൽ നമുക്ക് സർക്കാരിന്റെ നിയമപ്രകാരം ഒരു 50 രൂപ സർക്കാർ ഓഫീസിലെ പൈസ നമ്മുടെ വീട്ടിൽ പോലും വെക്കാൻ യാതൊരു അവകാശമില്ല നമുക്ക്. അപ്പൊ അങ്ങനെയുള്ളടത്ത് നമ്മൾ ആയിരക്കണക്കിന് രൂപ തട്ടിപ്പും വെട്ടിപ്പും നടത്തി എന്ന് പറഞ്ഞാൽ ഉള്ള ജോലി പോകും. അപ്പൊ അങ്ങനെയുള്ളടത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു അതിനെ ഒരു സ്പോൺസർ ആ സാഹചര്യത്തിനനുസരിച്ച് നിർദ്ദേശിച്ചു തരും എങ്ങനെയാണ് അതിനുള്ള ഒരു പരിഹാരം ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഒരു കാര്യം, ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഞാൻ തെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു വലിയൊരു തീരുമാനമാണ്. അത് ഒരു പരിഹാരത്തിന്റെ ഒരു ഭാഗമായിട്ട് വരും. പിന്നെ ദൈവത്തോട് നമുക്ക് പറയാം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താണ്, അതല്ലെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജോലി പോകും. അതുപോലെ തന്നെ പ്രൈവറ്റിലൊക്കെ ജോലി ചെയ്യുന്നവരാണ് ഈ പെട്ടെന്ന് എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പണി പോകും. അപ്പൊ അതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മളൊരു പ്രാർത്ഥനയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഈ 9ാമത്തെ പടിയിൽ എത്തി നിൽക്കുമ്പോൾ നമുക്കത് പ്രാർത്ഥന എത്തി കഴിഞ്ഞാൽ അതിനുള്ള വഴികൾ വരും. ഞാൻ സന്നദ്ധനായാൽ അതിന്റെ വഴികൾ വരും. ഇവിടെയാണ് നമുക്കൊരു കാര്യം മനസ്സിലാക്കുന്നത്. ഈ 9ാമത്തെ പടി കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയൊരു സംഭവം നടക്കുന്നത്. ബിഗ് ബുക്ക് വളരെ ഗംഭീരമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിലേക്കുള്ള എയുടെ വാഗ്ദാനങ്ങൾ വരുന്നത് ഈ 9ാമത്തെ പടിയിലാണ്. 9ാമത്തെ പടിയിലാണ് എയുടെ വാഗ്ദാനങ്ങൾ. അപ്പൊ ആ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ 9ാമത്തെ പടിയിലേക്ക് കഴിയുമ്പോഴാണ്, അഥവാ ഞാൻ മറ്റുള്ളവരോട് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് പൂർണ്ണമായ രീതിയിലുള്ളൊരു ഞാൻ ക്ഷമ പണം അല്ലെങ്കിൽ പരിഹാരം ചെയ്യാത്തിടത്തോളം കാലം ആരും വിചാരിക്കേണ്ടെന്ന് ഈ വായിക്കുന്ന വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നു. ചില ഭാഗങ്ങളിൽ താൽക്കാലികമായിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള വളർച്ചയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, യഥാർത്ഥമായിട്ടുള്ള സ്വാതന്ത്ര്യം. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കണം. ഈ 9ാമത്തെ പടി നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഈ കാര്യത്തിനകത്ത് യാതൊരു സംശയമില്ല.
ഒന്നാമത്തെ പടിയിലുള്ള 100% പോലെ 9ാമത്തെ പടിയിലുള്ള ഈ പരിഹാരക്രിയ നമുക്കത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ നമ്മുടെ ഈ പ്രോമിസസ് ഇതിനകത്ത് വരുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ച്. കാരണം ഞാനതൊന്ന് വായിച്ചൊക്കെ ഏതായാലും നമ്മുടെ പുരോഗതിയിലെ ഈ ഘട്ടത്തിൽ നാം കഠിനാധ്വാനം എയിൽ പലരും പറയുന്നത് ഇതിന് സിമ്പിൾ ആയിട്ട് എടുത്തു പോകണം, സിമ്പിൾ നോ. എയിൽ ഒരുപാട് വൈരുദ്ധ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അത് ഓരോരോ അവസരത്തിന് അതിന് മുമ്പോട്ടുള്ളത് വായിക്കാതെ ചില വാക്കുകളെ അടർത്തിയെടുത്തുകൊണ്ട് സംസാരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ ഇവിടെ കഠിനാധ്വാനത്തിന് തയ്യാറാണെങ്കിലല്ലേ ഇത് എഴുതുന്ന ബിഗ് ബുക്ക് എഴുതിയിരിക്കുന്നത്. അപ്പൊ കഠിനാധ്വാനം ആവശ്യമുണ്ട് ഈ പ്രോഗ്രാമിന്. പക്ഷെ ലളിതമാണ്, ചെയ്യുകയാണെങ്കിൽ ലളിതമാണ്. അപ്പോ എങ്കിൽ പകുതി വഴി ചെല്ലുന്നതിന് മുമ്പ് തന്നെ നാം അത്ഭുതപരതന്ത്രാവും. ഒരു പുതിയ സ്വാതന്ത്ര്യവും സന്തോഷവും നാം അറിയാൻ പോവുകയാണ്. അപ്പൊ 4-5 പടികളും 6-7 പടികളും ഒക്കെ വരുമ്പോൾ മധ്യഭാഗത്താണ്. അവിടെ നമ്മളൊരു പുതിയ സന്തോഷവും ഇതൊക്കെ നമുക്ക് അറിയും. പിന്നീട് അങ്ങോട്ടാണ് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്. കഴിഞ്ഞ കാലത്തെ ഓർത്ത് നാം ഖേദിക്കുകയോ അതിന്റെ നേരെ വാതിൽ കൊട്ടിയടക്കുകയില്ല. പ്രശാന്തി എന്ന വാക്കിന്റെ അർത്ഥം നന്നായി ഗ്രഹിക്കുകയും സമാധാനം എന്തെന്ന് നാം അറിയുകയും ചെയ്യും. നാം എത്രമാൾ താഴോട്ട് പോകേണ്ടെന്നുള്ള ഒരു പ്രശ്നമല്ല. നമ്മുടെ അനുഭവങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താമെന്ന് നാം കാണുന്നു. എന്റെ ദുരനുഭവങ്ങള്, എന്റെ അളിഞ്ഞ ജീവിതം മറ്റുള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. അവർക്ക് അതിൽ നിന്നൊരു ഐഡന്റിഫിക്കേഷൻ കിട്ടുന്നു. ഞാനൊരു ഉപയോഗ വസ്തുവായിട്ട് മാറുന്നു. ഇത് എന്തൊരു വലിയൊരു വാഗ്ദാനമാ. ഒന്നിനും കൊള്ളാത്തവരാണെന്നും ധാരയും സ്വയം സഹതാവും അപ്രത്യക്ഷമാവുന്നു. സ്വാർത്ഥ ജീവിതത്തിലുള്ള ഞങ്ങളുടെ താല്പര്യം നഷ്ടപ്പെടുകയും ഞങ്ങളുടെ സഹജീവികളുടെ സ്നേഹം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഭാഗ്യാന്വേഷണ പ്രവണത നമ്മിൽ നിന്ന് അകലും. ജീവിതത്തോടുള്ള നമ്മുടെ മനോഭാവവും കാഴ്ചപ്പാടും മാറും. ആളുകളെ കുറിച്ചും സാമ്പത്തിക സുരക്ഷതയ്ക്കുള്ള ഭയം നമ്മെ വിട്ടകലും. അപ്പൊ ആളുകളെ കുറിച്ച്, ചില ആളുകളോടുള്ള ഭയം, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഭയം, നമുക്ക് ജോലിയില്ല. ഇപ്പൊ കോവിഡ് കാലമൊക്കെയാണ്, പലർക്കും ഭയത്തിലാണെന്ന്. ഇന്നിപ്പോ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു 90% കൂടുതൽ ആളുകളും ഗവൺമെന്റ് ജോലിയിലുള്ളവരല്ലാത്തവരെല്ലാവരും ഇന്ന് മാനസികമായിട്ട് വളരെ ഒരു വിഷമത്തോടു കൂടിയാണ് ഓരോ പ്രവർത്തനവും. കൂലിപ്പണിക്കൊക്കെ പോകുന്നവർക്ക് പണിയില്ല, വീട്ടിൽ ചെലവുകൾ നടക്കണം, മക്കൾക്ക് ഫീസ് അടയ്ക്കണം, ആഹാരം കഴിക്കണം. ഒരു പണിയില്ലാതെ എന്തോരം ആളുകളായിരിക്കുന്ന കർഷകര് ടോട്ടലി വലഞ്ഞിരിക്കണം. അപ്പൊ സാധാരണ ജനങ്ങൾ പോലും ഇത്രയും കഷ്ടപ്പെടുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഭയം എന്നെ വിട്ടകലും. കാരണം ഇവിടെ നമ്മൾ 3ാമത്തെ പടിയിൽ വായിച്ചാണ്, എന്റെ ഡയറക്ടർ ദൈവമാണ്, എന്റെ പിതാവ് ദൈവമാണ്. ആ ഒരു ബന്ധം ഇവിടെ സ്ഥാപിക്കപ്പെടണമെങ്കിൽ ഞാൻ ഈ പടികൾ 9ാമത്തെ പടി വരെ ചെയ്ത് കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാലാണ് ആ ബന്ധം ദൈവവുമായിട്ടുള്ള. അല്ലാതെ ഞാൻ എല്ലാം വിട്ടുകൊടുത്തു അതുകൊണ്ട് ദൈവം എന്റെ ഡയറക്ടറായി എന്ന് ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. എനിക്ക് വർക്ക് ചെയ്യുന്നു. അതാണ് ഈ കഠിനാധ്വാനത്തിന് തയ്യാറാകണം. ഈ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് അന്താളിപ്പിച്ചിരുന്ന സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു ഉൾവിളി കൊണ്ടെന്ന പോലെ ഞാൻ പറയുന്നു. ഞങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നെന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. അപ്പൊ ഇതൊക്കെ അതിരുകടന്ന വാഗ്ദാനം അല്ലെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങൾക്കിടയിൽ അവ സഫലമാക്കപ്പെടുന്നു, പലപ്പോഴും പെട്ടെന്ന്, ചിലപ്പോൾ സാവധാനം. നാം അതിനുവേണ്ടി ശ്രമിച്ചാൽ അവ എല്ലായ്പ്പോഴും സാധ്യമാവുന്നു. അപ്പൊ ഈ പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. ഇനി ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ടാണ് നമ്മൾ 10ാമത്തെ പടിയിലേക്ക് വരുന്നത്. ആ 10ാമത്തെ പടിയിൽ അതിനകത്ത് 9ാമത്തെ പടിയുടെ അവസാനത്തെ പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാത്തിനും ഭയന്നത് കാരണം നമ്മൾ കാലം വിളംബം വരുത്തുന്നില്ല എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഭൂതകാല പ്രവൃത്തികളുടെ അനന്തരഫലങ്ങൾ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത, അതേസമയം തന്നെ മറ്റുള്ളവരുടെ ക്ഷേമത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് 9ാം പടിയുടെ പൊരുൾ. നീട്ടിവെക്കേണ്ട പ്രശ്നം വരാതിരി നമ്മൾ മനഃപൂർവ്വം നീട്ടിവെക്കുന്നത് മാറ്റിവെക്കണം. നമ്മുടെ ഈ കഴിഞ്ഞ കാലത്തിന്റെ ആ അനന്തരഫലങ്ങളും അതിന്റെ മുഴുവൻ ദുരന്ത അനുഭവങ്ങളും നമ്മൾ സ്വയം ഏറ്റെടുക്കുകയും അതേസമയം തന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ ശ്രമിക്കേണ്ടതിന്റെ വളരെ ആവശ്യകത 9ാമത്തെ പടിയിൽ ശ്രദ്ധിക്കാനാണ്. ഇനി 10ാമത്തെ പടിയിലേക്ക് വരുമ്പോഴാണ് സ്വന്തമായ വിലയിരുത്തൽ തുടർന്ന് ചെയ്യുമ്പോഴും തെറ്റ് ചെയ്യുമ്പോഴെല്ലാം സമ്മതിക്കുകയും ചെയ്തു. അതൊരു ഡെയിലി ഇൻവെന്ററി എന്ന് നമ്മൾ തുടക്കത്തിലൊക്കെ ശരിയായിട്ടുള്ള നല്ല ഒരു സ്പോൺസറാണെങ്കിൽ നമുക്ക് പറഞ്ഞു തരും. 1ാമത്തെ പടിയിലായിരിക്കുമ്പോൾ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നും നിന്റെ ദിവസത്തെ വിലയിരുത്തി പോവുക. അപ്പൊ നമ്മൾ വിചാരിക്കും എന്തിനാ ഈ 10ാം, അത് ആക്ച്വലി അതല്ല. ഇൻഫാക്ട് ആ 1ാമത്തെ പടിയും 2ാമത്തെ പടിയും ചെയ്യുന്ന കാലത്തുള്ള മനുഷ്യനല്ല ഈ 10ാമത്തെ പടിയിൽ. കാരണം ഇവിടെ നമ്മള് ഈ 9ാമത്തെ പടിയിൽ പറയുന്ന വാഗ്ദാനങ്ങള് 9ാമത്തെ പടിയുടെ 9th സ്റ്റെപ്പ് പ്രോമിസസ് കഴിഞ്ഞിട്ട്
വരുമ്പോഴത്തേക്കും വേറൊരു തലത്തിലുള്ള ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കും. ഒന്നാമത്തെ പടിയും രണ്ടാമത്തെ പടിയും ചെയ്തിരിക്കുന്ന വ്യക്തിയല്ല ഈ 9ാമത്തെ 10ാമത്തെ പടിയിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഇവിടെ വീണ്ടും അന്ന് ആ കാലഘട്ടങ്ങളിൽ നമ്മൾ ഈ 4ഉം 5ഉം ഒന്നും ചെയ്തിട്ടില്ലല്ലോ, പ്രശ്നങ്ങളിൽ കിടക്കുകയാണ്. പക്ഷെ അന്നത്തെ ദിവസത്തെ വിലയിരുത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ ഉറക്കം വരാത്ത രാത്രികളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു ചേർക്കുമ്പോൾ അന്നത്തെ ദിവസം മുതൽ രാവിലെ മുതലുള്ള കാര്യങ്ങളെ വൈകുന്നേരം വരെ ഒന്ന് വിലയിരുത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം സ്വയമേ വരും. അതുപോലെ തന്നെ അതിന് ആ ഡെയിലി പ്രാക്ടീസ് ഒക്കെ ഓരോരോ സ്പോൺസറും ഓരോ വ്യക്തികളുടെ അതിനനുസരിച്ച് നമ്മളത് ചെയ്യണം. അങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ അതിനകത്തേക്ക് കൂടുതൽ പോകുന്നില്ല. അത് അവരവരുടെ സ്വാതന്ത്ര്യമാണ്. ചെയ്താലേ ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവുള്ളൂ. അപ്പൊ അപ്പൊ അതുകൊണ്ട് ഈ ദൈനംദിനമായിട്ടുള്ള ഒരു കണക്കെടുപ്പില്ല. അപ്പൊ 9ഉം കഴിഞ്ഞതിന് ശേഷം 10ാം പടിയിലേക്ക് വരുമ്പോൾ ഞാൻ ഈ സ്വന്തമായ വിലയിരുത്തൽ തുടർന്ന് ചെയ്യണം. തെറ്റ് ചെയ്യുമ്പോഴൊക്കെ ഉടനെ സമ്മതിക്കുകയും ചെയ്തു. അപ്പൊ ഈ ഓരോ ദിവസവും നമ്മളുടെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ 6ഉം 7ഉം പടിയൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിലെ ന്യൂനതകളും ക്യാരക്ടർ ഡിഫക്ട്സ് ഒക്കെ സ്വഭാവത്തിലെ ന്യൂനതകളും മാറി എന്ന് ഒരിക്കലും വിചാരിക്കണ്ട. നമ്മൾ മനുഷ്യരാണ്. നമ്മളെ വീണ്ടും പലപ്പോഴും നമ്മുടേതായിട്ടുള്ള ചിന്തകളും പ്രശ്നങ്ങളൊക്കെ കാട് കയറാനും ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ദേഷ്യത്തിൽ നമ്മൾ പൊട്ടിത്തെറിക്കാൻ വഴിയുണ്ട്. ചിലപ്പോൾ ചില ആളുകളോട്, ചില സ്ത്രീകളോടൊക്കെ സെക്ഷൽ ആയിട്ടുള്ള ചില ചിന്തകൾ വരും. നമ്മൾ കാരണം അത്രയ്ക്ക് കുത്തഴിഞ്ഞ ജീവിതം ജീവിച്ചവരാണ്. പെട്ടെന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ ഒന്നും അത്ര പ്രതീക്ഷിക്കാനും പറ്റത്തില്ല. അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഈ എന്താണ് ഫോൺ വീഡിയോസ്, ലൈംഗികമായിട്ടുള്ള സെക്ഷൽ ആയിട്ടുള്ള വീഡിയോകൾ ഇപ്പൊ ഇന്റർനെറ്റിലും ഈവൻ മൊബൈൽ ഫോണിൽ പോലും എല്ലാം ഒരു വിരൽ തുമ്പിൽ ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം കാണുന്ന ഒരു ശീലമൊക്കെ ഉണ്ടാവുന്നു. അതൊക്കെ നമുക്ക് ദോഷം ചെയ്യും. നമ്മുടെ സ്വഭാവത്തിലുള്ള ഈ 6-7 പടികൾ തന്നെയുള്ളതാണ്. പക്ഷെ വീണ്ടും ഇതെല്ലാം ചെയ്തതിനു ശേഷം ഇടയ്ക്ക് വല്ലപ്പോഴെങ്കിലൊക്കെ നമ്മളൊന്ന് യൂട്യൂബിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇല്ലാത്തത് മുഴുവൻ അതിനകത്ത് കയറി വരും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ തെറ്റ് ചെയ്യുന്ന ആരോടാണ്? ഇത് ഞാനും ദൈവവുമായിട്ടുള്ള, ഈശ്വരനുമായിട്ടുണ്ടായിട്ടുള്ള ഒരു ഉറപ്പിച്ച ബന്ധത്തിന് തടങ്കലായിട്ട് വരുന്ന പ്രവർത്തികളാണ് ഇതൊക്കെ. അതുപോലെ മറ്റ് അഡിക്ഷൻസ് ഉണ്ടാവും. സിഗരറ്റ് വലി ഉണ്ടാവാം, മുറുക്കലുണ്ടാവാം, അങ്ങനെ ചീട്ടുകളി ഉണ്ടാവാം. അതുപോലെ തന്നെ പണമൊക്കെ കൊള്ള പലിശക്ക് കൊടുത്തിട്ട് ആളുകളെ ബുദ്ധിമുട്ടിച്ച് മെമ്പർ എന്ന് പറഞ്ഞ് നടക്കുന്ന അതൊക്കെ ഒരു വളരെ ഇതാണ്. എപ്പോഴും നമ്മളൊരു കാരണം ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള വർഷങ്ങളാണ് നമ്മൾ ഈ ലോകത്തിലുള്ളത്. ഈ ലോകത്തിലുള്ള നമ്മൾ പുനർജനിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞു നമ്മൾ വീണ്ടും പുതിയൊരു ജന്മം പ്രാപിച്ചെന്ന് ബിഗ് ബുക്കിൽ പറയുന്നുണ്ട്. ഏത് പേജിലാന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ ആ രീതിയിൽ നമ്മൾ വീണ്ടും പുനർജനിക്കപ്പെട്ട ആളുകളാണ്. ആ രീതിയിൽ നമ്മൾ ഒരു പുതിയൊരു ജന്മത്തിൽ ജീവിക്കണം. പഴയ സ്വഭാവങ്ങളും മദ്യപിക്കാത്ത ജീവിതവുമായിട്ട് ജീവിക്കുന്നത് സോബറിറ്റി അല്ല. മനസ്സിലാക്കണം. നമ്മളൊരു പുതിയൊരു ജീവിതമാണ്. 22 ദിവസം പ്രായമായ ഒരു മനുഷ്യനായിട്ട്, ഒരു ബേബി ആയിട്ട് വേണം 22ാമത്തെ വയസ്സിൽ ദിവസം പൂർത്തിയായ ആള് കാണേണ്ടത്. 6 മാസം തികഞ്ഞ എന്റെ സുഹൃത്ത് 6 മാസത്തെ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതൊരു പുതിയ തലത്തിലേക്കുള്ള ഒരു മാറ്റമാണ്. അപ്പൊ ഇവിടെ നമുക്ക് വീണ്ടും ആ പഴയ സ്വഭാവങ്ങളിലേക്ക് ഇങ്ങനെയുള്ളൊരു മനോഭാവം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ, ഒരു മാറിയ മനോഭാവം അല്ലെങ്കിൽ മാറ്റിയെടുക്കാനുള്ള ഒരു മനോഭാവം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോലെ ഏതെങ്കിലും കാരണവശാൽ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അതിനെ ഉടനെ തിരുത്താൻ ശ്രമിക്കണം. ആരെങ്കിലോടും ദേഷ്യമായിട്ടോ ഒരു ചീത്തയോ തെറ്റോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിളിച്ചിട്ട് കിടക്കുന്നതിനും വിളിച്ചിട്ട് ജസ്റ്റ് ഞാൻ ഒന്ന് ഒരു ചങ്കൂറ്റം കാണിച്ച് ഇന്നൊരു സംഭവം ഉണ്ടായില്ല, ഞാൻ അത് മറന്നേക്കണം, നിന്റെ ഭാഗത്തുനിന്നൊരു തെറ്റ്. അവൻ ചിലപ്പോൾ തെറ്റായിരിക്കും, എന്നൊക്കെ കൂടുതൽ അവൻ തെറ്റായിരിക്കും. പക്ഷെ ഞാൻ അതിനകത്തൊരു 20% തെറ്റ് ഞാനാണെങ്കിൽ എനിക്ക് 20% തെറ്റ് ചെയ്യാൻ എനിക്ക് ആ അവകാശവും തരുന്നില്ല. കാരണം എനിക്ക് 12 സ്റ്റെപ്പ് പ്രോഗ്രാം ഉണ്ട്. മറ്റുള്ള 12 സ്റ്റെപ്പ് പ്രോഗ്രാം ഉള്ള മനുഷ്യനല്ല. ഈ പ്രോഗ്രാമിൽ പോകുന്ന ഒരാള് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ചിരിക്കണം. സെക്ഷൽ ആയിട്ടുള്ള തോട്ട്സ് വന്നു. ഞാനിന്ന് മാർക്കറ്റിൽ പോയി ഒരു ഷോപ്പിംഗ് മാളിൽ കയറി. അവിടെ ഇന്നത്തെ എന്റെ പ്രായത്തിന് അനുസരിച്ച് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷെ ചില കുട്ടികളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്നൊരു വേണ്ടാത്തൊരു അധമമായിട്ടുള്ളൊരു വികാരമൊക്കെ വരും. പക്ഷെ വീണ്ടും അതിലേക്ക് നോക്കാതെ അതിനെ ഫോളോ ചെയ്യാതെ അപ്പൊ തന്നെ അപ്പൊ എന്താണ് നമ്മൾ ഈ 3ാമത്തെ 7ാമത്തെ പടിയിലൊക്കെ ചെയ്ത പ്രാർത്ഥനയുടെ ഒരു ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് നേരത്തേക്ക് ഒരു സെക്കൻഡ് നേരത്തേക്ക് ദൈവമേ എനിക്കിത് പാടില്ലല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതൊരു പ്രാക്ടീസ്, അഭ്യാസം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ മോചനം കിട്ടും. പൈസ മുമ്പൊക്കെ ഞാൻ മദ്യപിച്ച കാലത്തൊക്കെ എന്താണ് ചിലപ്പോൾ വല്ല കടക്കാരൊക്കെ ചിലപ്പോൾ അറിയാതെ ഒരു 500 രൂപ കൊടുത്തിട്ട് പിന്നെ അവർ ചിലപ്പോൾ അതിന്റെ പൈസയൊക്കെ തരുന്നതിന് കൂടുതൽ 10, 100, 200 അറിയാതെയൊക്കെ അവരുടെ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കുന്നില്ല. ഇന്ന് തിരിച്ചു കൊടുത്തു നോക്കേ, നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം എത്ര വലുതായിരിക്കും.
അപ്പോൾ സത്യസന്ധത, ഇവിടെ കടുത്ത സത്യസന്ധത ആവശ്യമാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ 10ാമത്തെ പടി പൂർണ്ണമാവുള്ളൂ. 10ാമത്തെ പടിയിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയണം. 10ാമത്തെ പടി ഒരു പ്രോമിസസ് നമുക്ക് വരുന്നുണ്ട്. 9ാമത്തെ പടിയിൽ സാധാരണ എയുടെ പ്രോമിസ്, പക്ഷെ നല്ല സ്പോൺസേഴ്സിന്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മീറ്റിങ്ങുകൾ, ഇതെല്ലാം ഞാൻ പറയുന്നത് ഞാൻ എന്റേതായിട്ട് കണ്ടെത്തിയതല്ല, ഞാൻ എയിൽ നിന്നും കേട്ടത്. എന്റെ നല്ല സ്പോൺസേഴ്സിന്റെ കൂട്ടത്തിൽ ആണ് ഞാൻ വർക്ക് ചെയ്തത്. ഈ അടുത്ത കാലത്ത്, പ്രത്യേകിച്ച് കോവിഡിന്റെ കാലത്ത്, ഒരുപാട് നല്ല നല്ല ടോക്കുകൾ കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആശയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എന്റെ സ്വന്തമായിട്ടുള്ള ഒന്നുമല്ല, പക്ഷെ ഞാൻ ഇന്നതിനെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ മാത്രം. അപ്പൊ അതിനകത്ത് പറയുന്നത് എന്താണ്, ഈ ചിന്ത ഞങ്ങളെ 10ാമത്തെ പടിയിലേക്ക് കൊണ്ടുവരുന്നു. ആ 10ാമത്തെ പടിയിലേക്ക് നമ്മൾ ഇപ്പൊ അതെ 10ലല്ലേ നിൽക്കുന്നത്, 10. അപ്പൊ അതിനകത്ത് ആ 10th സ്റ്റെപ്പ് പ്രോമിസസ് ഇതിനെ പറയാറുണ്ട്. അത് ഒരു മിനിറ്റ്, ഞാൻ ഇംഗ്ലീഷിലൊന്ന് ഓർത്തോട്ടെ, മലയാളത്തിൽ അത് മാർക്ക് ചെയ്തിട്ടില്ല. യാ 10ാമത്തെ പടിയുടെ പ്രോമിസസ് 83ാമത്തെ പേജില്, മലയാളത്തിൽ 83ാമത്തെ പേജില്, ഇംഗ്ലീഷില് 85ാമത്തെ പേജില്. അത് ഇതാണ് നമ്മുടെ 10ാമത്തെ പടിയുടെ പ്രോമിസ്. ആരെങ്കിലുമായോ എന്തെങ്കിലുമായോ പോരാടുന്ന പതിവ് ഞങ്ങൾ നിർത്തി, മദ്യത്തോട് പോലും. കാരണം ഇപ്പോഴേക്കും സുബോധാവസ്ഥ തിരിച്ചു വന്നിട്ടുണ്ടാകും. മദ്യത്തിൽ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടാകാതിരിക്കാനാണ് സാധ്യത. എപ്പോഴെങ്കിലും ഒരു പ്രലോഭനം തോന്നിയാൽ ഞങ്ങൾ ഒരു അഗ്നിനാളം കണ്ടെന്ന പോലെ അതിൽ നിന്നും പിൻവലിയുന്നു. സാധാരണ പോലെ സുബോധത്തോടെ ഞങ്ങൾ പ്രതികരിക്കുന്നു. ഇത് സ്വാഭാവികമായ രീതിയിൽ സംഭവിക്കുന്ന ഒന്നാണ്. ഞങ്ങളുടെ ശ്രമമോ ചിന്തയോ ഒന്നും കൂടാതെയാണ് മദ്യത്തോടുള്ള ഞങ്ങളുടെ മനോഭാവം ഞങ്ങൾക്ക് കിട്ടിയതെന്ന് കരുതുന്നു. അതങ്ങനെ വരികയാണ്. അതിലെ അത്ഭുതാവഹമായ അംശം ഇതാണ്: ഞങ്ങൾ ഒന്നിനോടും എതിരിടുന്നില്ല. മദ്യം വേണമെന്ന തോന്നിനെ പോലും ഞങ്ങൾ അവഗണിക്കുന്നില്ല. ഒരുതരം സമതുലനാവസ്ഥയിൽ എത്തപ്പെട്ടതുപോലെ ഞങ്ങൾക്ക് തോന്നുന്നു. സുരക്ഷിതമായും എല്ലാത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടുകൊണ്ടും ഞങ്ങൾ പ്രതിജ്ഞകൾ പോലും എടുത്തിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കപ്പെടുന്നു. നമ്മുടെ പ്രശ്നം നമ്മളിൽ നിന്ന് ദൂരീകരിക്കപ്പെടുന്ന ഒരു പ്രോമിസാണ്. ഞങ്ങളെ സംബന്ധിച്ചുള്ള അത് നിലനിൽക്കുന്നില്ല. ഞങ്ങൾ യുദ്ധോത്സുകരോ ഭയപരവശരോ അല്ല. അതാണ് ഞങ്ങളുടെ അനുഭവം. ഒരാത്മീയാവസ്ഥയിൽ തുടർന്നുകൊണ്ട് ഇങ്ങനെയാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്. ഇതാണ് 10ാമത്തെ പടിയുടെ ഒരാത്മീയാവസ്ഥയിലേക്ക് നമ്മൾ വരുന്നു ഈ 10ാമത്തെ പടിയിൽ. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഓരോ പടികൾ കൂടി വരുമ്പോഴും നമ്മൾ ഒരു ആത്മീയമായിട്ടുള്ള വളർച്ചയിലാണ് നമ്മൾ നിൽക്കുന്നത്. 10ാമത്തെ പടിയിൽ അതിന് ഒന്നിരിക്കൽ കൂടി നമുക്ക് ഒരു അടിവരയിട്ട് പറയണം. 9ാമത്തെ പടിയിലെ പ്രോമിസസ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഈ 10ാമത്തെ പടിയിലെ പ്രോമിസ്. അപ്പൊ ഇനി അങ്ങോട്ട് നമുക്ക് 11ാമത്തെ പടിയിലേക്ക് പോകാം അല്ലെ. 10ാമത്തെ പടിയില് പ്രത്യേകിച്ച് ഇനി പറയാനുണ്ടോ? നിങ്ങൾ വായിക്കുക. 12 10ാമത്തെ പടി വായിക്കുക. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് 11ാമത്തെ പടിയാണ്. പ്രാർത്ഥനയും ധ്യാനവുമാണ് ദൈവവുമായിട്ടുള്ള നമ്മുടെ സചേതനമായ ബന്ധത്തിന്റെ പരമോന്നത മാർഗങ്ങൾ. പ്രാർത്ഥനയും ധ്യാനവും. അപ്പൊ നമ്മള് ഇപ്പൊ പ്രാർത്ഥന, എല്ലാ പടികളിലും ഒരു പ്രാർത്ഥന ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അതിനകത്ത് പ്രത്യേകമായിട്ട് ബിഗ് ബുക്കിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനയാണ് 3ാമത്തെയും 7ാമത്തെയും 11ാമത്തെ പടിയുടെയും പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിൽ കൂടിയാണ് മിക്കവാറും നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന സംതൃപ്തി ആസ്വദിക്കുന്നു. കടന്നു വരുന്ന അടുത്ത മദ്യപാനിയെ സഹായിക്കാൻ കഠിനമായി ശ്രമിക്കുന്ന ഊർജ്ജസ്വലരായ ആൾക്കാരാണ് നമ്മൾ ഏകൾ. ഗൗരവമറിയും ധ്യാനത്തിന്റെയും പ്രാർത്ഥനയുടെയും യഥാർത്ഥത്തിൽ ആവശ്യമുള്ള ഒന്നല്ല എന്ന് കരുതുവാൻ നമ്മൾ പലപ്പോഴും തയ്യാറാവുന്നു. അതുകൊണ്ട് തന്നെ അത്ഭുതപ്പെടാനുമില്ല. സത്യം പറയുകയാണെങ്കിൽ സാന്ദർഭികമായ ഒരു അടിയന്തര ഘട്ടത്തെ നേരിടാൻ നമ്മെ സഹായിക്കുന്ന ഒന്നായിട്ടാണ് നമുക്ക് അതിനെപ്പറ്റി തോന്നുന്നത്. അങ്ങനെ
ഇവിടെ പ്രാർത്ഥനയെ കുറിച്ച് കുറെ കാര്യങ്ങളും ഈ 96, 97 പ്രാർത്ഥനയോ 97 ഒരു സ്ഥിര ഉപയോഗമാക്കിയ നമ്മളിലെ കൂട്ടർക്ക് സൂര്യപ്രകാശവും ആഹാരവും വായുവും ഒക്കെ ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത പോലെ ഇതില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അപ്പൊ ഈ പ്രാർത്ഥന നമ്മൾ തുടക്കം മുതലേ ഉണ്ട്. പക്ഷെ ഇവിടെ 11ാമത്തെ പടിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി വേറൊരു തലത്തിലേക്ക് മാറുന്നു. ഇവിടെ പ്രാർത്ഥന മാത്രമല്ല, ധ്യാനത്തിലേക്കും കൂടെ വരികയാണ്. അപ്പൊ ധ്യാനത്തിന്റെ എന്തുകൊണ്ടാ 3ാമത്തെ പടിയിലും 1ാമത്തെ പടിയിലും 7ാമത്തെ പടിയിലും ഒന്നും ധ്യാനത്തെ കുറിച്ച് മെൻഷൻ ചെയ്യാതെ? അപ്പൊ ആ കാലഘട്ടങ്ങളിലുള്ള ഒരു മനസ്സല്ല, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ബുദ്ധിയല്ല എന്റെ 11ാമത്തെ പടിയിലേക്ക് എത്തുമ്പോൾ ഒരു ഇത്. അപ്പൊ ഇവിടെ നമ്മൾ പ്രാർത്ഥനയിൽ നിന്ന് ധ്യാനത്തെ കുറിച്ചുകൂടി പറയുന്നു. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്നില്ല എന്താണ് പ്രാർത്ഥന. പ്രാർത്ഥനയിൽ നമ്മൾ ഒരു ആവശ്യം വെച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ഞാൻ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ 3ാമത്തെ പടിയിൽ ദൈവമേ അങ്ങയുടെ ഹിതം പോലെ എന്റെ കഷ്ടപ്പാടുകൾ ദൂരീകരിക്കണേ, ഇതെല്ലാം നമ്മൾ ഒരു ആവശ്യം പോലെ പറയുന്നു. 7ാമത്തെ പടിയിൽ അതിനെ പൂർണ്ണമായിട്ട് ഞാൻ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവമേ എന്നിൽ നിന്ന് നല്ലതിനെയും ചീത്തയും എല്ലാത്തിനും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇവിടെ എല്ലാ ആവശ്യങ്ങൾ കൂടി പറയണം. ഇവിടെ മുതൽ അങ്ങോട്ട് എന്താണ്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അതോടൊപ്പം ധ്യാനിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പ്രാർത്ഥിക്കുന്നത് നമ്മൾ പറയുക, നമ്മുടെ സ്പോൺസേഴ്സും ഏലൊക്കെ പറയുന്നതാണ് പ്രയർ എന്ന് പറയുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നു. അതിന്റെ 5ാമത്തെ പടിയിൽ അതിന്റെ ഒരു ഭാഗമുണ്ട്. കാരണം ഞാൻ 5ാമത്തെ പടിയിൽ ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവം എന്നെ ശ്രവിക്കുന്നു. എന്തൊരു വലിയൊരു അനുഭവമാണ്. ഈശ്വരൻ ഒരു അമിത മദ്യപാനാസക്തനായിട്ട് ജീവിച്ച ജീവിതം മുഴുവൻ നശിപ്പിച്ചു വെച്ച ഒരാളെ ദൈവവുമായിട്ട് സംസാരിക്കുന്നു. അതാണ് 5ാമത്തെ പടിയിൽ പറയുന്നത്. എനിക്ക് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈശ്വരാനുഭവം ഉണ്ടായെന്നുള്ളത് 5ാമത്തെ പടിയിൽ പറഞ്ഞു. അപ്പൊ ഈ അനുഭവത്തിൽ നിന്ന് നമുക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താണ്, ധ്യാനത്തിൽ കൂടി എന്താ പറയുന്നത്, ധ്യാനത്തിനെ കുറിച്ച് പറയുന്നു ദൈവം നമ്മോട് സംസാരിക്കുന്നു, ഞാൻ ശ്രവിക്കുന്നു. അതാണ് എന്താ പറയുക. അപ്പൊ ഒരു ഏകത്വ ബോധം, അത് ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ മറ്റ് മതപരമായിട്ടുള്ള ടെക്സ്റ്റുകൾ വായിച്ചു കഴിഞ്ഞാൽ അറബിക് ബുക്ക് അത് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഒരു മിനിറ്റ്, അത് ചില ആളുകൾക്ക് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ സ്വല്പം വേദാന്തമൊക്കെ സംസാരിച്ച് പോയി കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അതൊരു ഇതൊക്കെ ഇതിന്റെ ആവശ്യം, നമ്മുടെ മതവും കാര്യങ്ങളും ഒക്കെ പറയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ ചിലരൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് നോക്കട്ടെ. ആ 86 ഇംഗ്ലീഷിലാണ് ഞാൻ മാർക്ക് ചെയ്തിരുന്നു. മലയാളത്തിൽ അത് ഉണ്ട്, മലയാളത്തിലുണ്ട്. 86ാമത്തെ പേര് സാഹചര്യങ്ങൾ അനുവദിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഭാര്യമാരോടും സുഹൃത്തുക്കളോടും പ്രഭാത ധ്യാനത്തിൽ ഒത്തുചേരാൻ ആവശ്യപ്പെടും. ഞങ്ങൾ പ്രഭാത ധ്യാനം ദിനചര്യയാക്കിയിട്ടുള്ള ഒരു മതവിശ്വാസത്തിൽ പെടുന്നവരാണെങ്കിൽ അത്തരം ധ്യാനത്തിലും പങ്കെടുക്കുന്നു. ഏതെങ്കിലും മതവിഭാഗത്തിൽ പെടുന്നവരല്ല ഞങ്ങളെങ്കിൽ ചില പ്രത്യേക തരത്തിലുള്ള പ്രാർത്ഥനകൾ, നാം ഇതുവരെ ചർച്ച ചെയ്ത തത്വങ്ങൾക്ക് ഊന്നൽ നൽകുന്ന തരത്തിലുള്ള പ്രാർത്ഥനകൾ തിരഞ്ഞെടുക്കുകയും ഹൃദയസ്ഥിതമാക്കുക. അപ്പൊ 3ാമത്തെ പടിയും 7ാമത്തെ പടിയിലേക്ക് പ്രാർത്ഥനകൾ നമ്മൾ കാണാപ്പാടം പഠിച്ചിരുന്നു. ഈ അതൊക്കെ ഈ വെസ്റ്റേൺ കൾച്ചറിലാണ്. കാരണം അവിടെയാണ് ഈ ഒരു മതമില്ലാതെ ജീവിക്കുന്ന ഒരുപാട്, നമ്മുടെ ഇന്ത്യയിലൊന്നും അതൊന്നും അങ്ങനെയുള്ള ഒരു വളരെ ചുരുക്കമായിട്ടുള്ള ആളുകളുള്ളൂ. അജ്ഞേയവാദികൾ എന്നുള്ള ആ ഒരു തലത്തിൽ ഉള്ള ആളുകൾ നമ്മുടെ ഇന്ത്യയിൽ വളരെ കുറച്ച് ആളുകളാണ്. പക്ഷെ അതുകൊണ്ട് എന്നാൽ പോലും അത് ബിഗ് ബുക്കിൽ എഴുതിയിരിക്കുന്ന കാര്യമല്ലോ. അത് വളരെയേറെ സഹായകരമായ, ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്തോളുക, ഇമ്പോർട്ടന്റ് ആയിട്ട് മാർക്കുന്ന കാര്യമാണ്. വളരെയേറെ സഹായകരമായ നിരവധി പുസ്തകങ്ങളും ലഭ്യമാണ്. ഇവയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക. ഇവയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ വൈദികന്മാരിൽ നിന്നോ പുരോഹിതന്മാരിൽ നിന്നോ പണ്ഡിതന്മാരിൽ നിന്നോ ലഭ്യമാണ്. മതനിഷ്ഠയുള്ള ആളുകൾ എത്രമാത്രം ശരിയുന്നവരാണ് എന്ന് കാണുമ്പോൾ ഞങ്ങൾ വലിയ താല്പര്യം കാണിക്കുന്നു. അവർ നൽകുന്ന നല്ല കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങൾ സന്നദ്ധരാകുന്നു. ഇതിനെ വിമർശിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിയാതെ ചില ആളുകൾ ഏതെങ്കിലും ഒരു ഗീതയെ ഉദ്ധരിച്ചുകൊണ്ടോ ഒക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അയാളെ ഒന്ന് കീറി വയ്ക്കും.
ഇത് മതത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ബൈബിളിലെ എന്തെങ്കിലും ഒരു വാക്യം ഉരുവിട്ടാൽ അല്ലെങ്കിൽ വിശുദ്ധ ഖുറാനിലെ രണ്ട് വാക്കുകൾ കൊണ്ടുകൊണ്ട് ക്രോഡീകരിച്ചുകൊണ്ട് ഇതെല്ലാം മതത്തിൽ നിന്ന് എടുത്ത് നമ്മുടെ ഈ മതങ്ങളിൽ നിന്ന് മതഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പുതിയൊരു ആശയമൊന്നുമല്ല. ഇത് വൈദ്യശാസ്ത്രത്തിൽ നിന്നും മതത്തിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു അമൃതം ഉണ്ടാക്കി തന്നിരിക്കുന്നതാണ്. അപ്പൊ അതിനെ സ്വീകരിക്കാനുള്ള ഒരു തുറന്ന മനസ്ഥിതി ഉണ്ടായിരിക്കണം. അതല്ലാതെ ഞാൻ ഇതൊന്നും പാടില്ല, ഇതൊന്നും പറഞ്ഞുകൂടാന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഞാൻ കേട്ടു. എന്നോട് തന്നെ തർക്കത്തിന് വന്നിട്ടുള്ള ചില ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. അപ്പൊ ഈ പാരഗ്രാഫ് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇത് നമ്മളുടെ ഏത് മതത്തിലുള്ള, ഹിന്ദു മതത്തിലുള്ള ആയിക്കോട്ടെ, ഏറ്റവും നല്ല മതം, ഭാരതത്തിന് അഭിമാനമായ മതം, സനാതന ധർമ്മം. ക്രിസ്ത്യാനിയായിട്ട് ഞാൻ ജനിച്ചു, അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണ്. ആ ക്രിസ്തീയതയിൽ അടിസ്ഥാനമായിട്ടുള്ള വിശുദ്ധ ബൈബിള്, ഇസ്ലാമിലെ വിശുദ്ധ ഖുറാൻ, മറ്റു മതങ്ങൾ, നമ്മുടെ കേരളത്തിൽ ഈ 3 മതങ്ങളാണല്ലോ കൂടുതലുള്ളത്. ഈ 3 മതങ്ങളുടെ മതഗ്രന്ഥങ്ങൾ ഉപയോഗിക്കണം. ഒരു മതത്തിൽ നിന്നും മാത്രമല്ല മറ്റു മതങ്ങളിലെയും ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഈ ധ്യാനത്തെ കുറിച്ചുള്ളൊരു നല്ലൊരു ഇത് കിട്ടും. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സത്സംഗങ്ങളിൽ പങ്കെടുക്കാം. അതുപോലെയുള്ള ധ്യാന കേന്ദ്രങ്ങളിൽ പ്രാർത്ഥനയുമായിട്ട് അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ പോകുന്നതിലും തെറ്റില്ല. ഇതിലുപരി വായന ഒരു ശീലമാക്കി എടുക്കുക. ബിഗ് ബുക്ക് വായിക്കുന്ന പോലെ തന്നെ മറ്റു മതഗ്രന്ഥങ്ങളെയും പഠിക്കാനുള്ള സമയം കണ്ടെത്തുക. അപ്പൊ നമ്മളൊരു സന്നദ്ധതയുണ്ട്, ഇതെല്ലാം നടക്കും. അപ്പൊ ഇവിടെ ഞാൻ അധികം നീട്ടുന്നില്ല. 11ാമത്തെ പടിയിൽ വരുമ്പോഴാണ് 11ാമത്തെ പടിയുടെ പ്രാർത്ഥന വരുന്നത്. 85ാമത്തെ പേജിൽ പറയുന്നത് 11ാമത്തെ പടി പ്രാർത്ഥന ഇതാണ്. ഞാൻ അതിലേക്ക് പിന്നെ വരാം. പക്ഷെ ഇതിനകത്ത് ബിഗ് ബുക്ക് പ്രകാരമുള്ള 11ാമത്തെ പടി പ്രാർത്ഥന ഇതാണ്: ദൈവത്തോട് ഞങ്ങളുടെ ശരിയായ ചിന്തകൾക്ക് വഴികാട്ടാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ചും ആത്മനിന്ദയിൽ നിന്നും അസത്യത്തിൽ നിന്നും തൻകാര്യ മാത്ര നിഷ്ഠയിൽ നിന്നും അകന്നു നിൽക്കുന്നതിന് ആവശ്യമായ മാർഗസിദ്ധിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് ശരിക്കുള്ള 11th സ്റ്റെപ്പ് പ്രയർ. പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് സെന്റ് ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ 12 പടികളും 12 പടികളും എന്നുള്ള 11ാമത്തെ പടിയിൽ കൊടുത്തിരിക്കുന്ന പ്രാർത്ഥനയാണ് 11th സ്റ്റെപ്പ് പ്രയർ എന്ന് തെറ്റിദ്ധരിക്കുന്ന പല ആളുകളുണ്ട്. അത് നിങ്ങളിപ്പോൾ കേൾക്കുന്ന കുറച്ചു പേരെങ്കിലും അതിനെ മനസ്സിലാക്കുക. 11th സ്റ്റെപ്പ് പ്രയർ ബിഗ് ബുക്കിലുള്ളതാണ്. ഈ 12 ഇറങ്ങിയത് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ്. ഇതിന്റെ ഫൗണ്ടേഴ്സ് 11ാമത്തെ പടി പ്രാർത്ഥന എഴുതി വെച്ചിരിക്കുന്ന പ്രാർത്ഥന ഈ പറയുന്നതാണ്. 85ാമത്തെ പേജിലാണ് 11th സ്റ്റെപ്പ് പ്രയർ ഉള്ളത്. ഈ പ്രാർത്ഥനയിൽ എന്തോ നല്ലൊരു വാക്കുകൾ കൊടുത്തിരിക്കുന്നത്: ദൈവത്തോട് ഞങ്ങളുടെ ശരിയായ ചിന്തകൾക്ക് വഴികിട്ടാൻ ഞാൻ അപേക്ഷിക്കുന്നു. എന്റെ ചിന്തകളെ, ദിസ് ഈസ് മെഡിറ്റേഷൻ, എന്റെ അലഞ്ഞു തിരിയുന്ന മനസ്സിനെ ഒരു പ്രാർത്ഥനയിൽ നിന്ന് ആരംഭിച്ച് ആ അലഞ്ഞു തിരിയുന്ന മനസ്സിനെ ശരിയായിട്ടുള്ള ദിശകൾക്ക് വഴികെട്ടാൻ ഞാൻ അപേക്ഷിക്കുന്നു. എന്നെ ആ ചിന്തകളിൽ നിന്ന് മാറ്റിത്തരാനായിട്ട് പ്രാർത്ഥനയിൽ കൂടി പോയി കഴിഞ്ഞാൽ ഞാനൊരു ധ്യാനാവസ്ഥയിലേക്ക് വരാനായിട്ട് എനിക്ക് സാധിക്കും. ഈ അവസരം ഉണ്ടാകുന്നപ്പോഴാണ് എന്റെ മനസ്സ് ശുദ്ധമായാൽ മാത്രമേ പറ്റുള്ളൂ. എന്റെ ഉള്ളിൽ ഗ്രഡ്ജ്, തെറ്റായിട്ടുള്ള ദുശ്ചിന്തകള്, പിടിവാശികള്, വിദ്വേഷം, പക ഇതെല്ലാം വെച്ചുകൊണ്ട് ധ്യാനാവസ്ഥയിലേക്ക് വരാൻ പറ്റില്ല. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ധ്യാനാവസ്ഥയിലേക്ക് വരണമെങ്കിൽ ഒരു പൂർണ്ണമായിട്ടുള്ള മനഃശുദ്ധി വന്നാൽ മാത്രമാണ് ഈ ധ്യാനാവസ്ഥയിലേക്ക് എത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഭാഗം മനസ്സിലാക്കി ഈ 11ാമത്തെ പടി പ്രാർത്ഥനയും നമ്മുടെ ബിഗ് ബുക്കിലെ പ്രാർത്ഥനയാണെന്നുള്ളത് നിങ്ങളത് മനസ്സിലാക്കി വെക്കണം. അതിനുശേഷം ശേഷമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളും കുറച്ച് വായിക്കും. ഞാൻ തന്നെ എല്ലാം പറഞ്ഞു ശരിയല്ലോ. ഇനി 12ാമത്തെ പടിയിൽ അത് കാരണം ഈ ചാപ്റ്റർ തീരുമ്പോൾ തന്നെ അവസാനം എഴുതിയിരിക്കുന്ന ഇപ്പൊ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവൃത്തിപഥത്തിലേക്കുള്ള ചാപ്റ്ററാണല്ലോ. അതിന്റെ അവസാന ഭാഗത്താണ് അധ്വാനം കൂടാതെയുള്ള വിശ്വാസമൃതമാണ്. അടുത്ത അധ്യായം 12ാമത്തെ പടിക്ക് വേണ്ടി മുഴുവനായും നീക്കി വെച്ചിട്ടുള്ളതാണ്. വലിയൊരു അധ്യായമാണ് മറ്റുള്ളവരുടെ ഉള്ള പ്രവർത്തനം എന്നുള്ള ഒരു കൊടുക്കുന്നത്. എങ്ങനെ മറ്റുള്ളവരിലേക്ക് നമ്മൾ തിരിക്കണം, അത് എന്തിനാണ് അതിന്റെ ആവശ്യം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏതാണ്ട് എത്ര പേജ് ഉണ്ടത്? 103 80 മുതൽ 88 മുതൽ 103. അപ്പൊ 12ഉം 15 പേജിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ മദ്യപാനികളുമായിട്ടുള്ള ഗാഢമായ പ്രവർത്തനത്തോടൊപ്പം വലുതായി മദ്യത്തിൽ നിന്നും മുക്തിയും രക്ഷയും നൽകുന്ന മറ്റൊന്നും തന്നെ ഇല്ലെന്ന് ഞങ്ങൾക്ക് പ്രായോഗിക പരിചയം. അപ്പൊ തുടക്കത്തിലുള്ള ബിൽ വിൽസന്റെ ചരിത്രം മുതൽ മുമ്പോട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മെസ്സേജ് കൊടുത്ത എബി താച്ചറിന് മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള മദ്യപാനികളുടെ ഗാഢമായ പ്രവർത്തനത്തോളം വലുതായി മദ്യത്തിൽ നിന്നും മുക്തിയും രക്ഷയും നൽകുന്ന മറ്റൊന്നും തന്നെ ഇല്ലെന്നുള്ള കാര്യത്തിൽ ഇല്ലെന്നത് ഞങ്ങൾക്ക് പ്രായോഗിക പരിചയം കാണിച്ചു കിടന്നു. അത് ഇത്രയും വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണ് ഇന്നും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെ സഹായിക്കുക. പക്ഷെ നമുക്ക്
നമുക്കിത് പ്രവർത്തിക്കണമെങ്കിൽ എന്താണ്, ഈ 11 പടി നമ്മൾ പ്രാക്ടീസ് ചെയ്താലാണ് നമ്മൾ ഇതിനാക്കി വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ബിഗ് ബുക്കിലാണെന്ന് തോന്നുന്നു, അത് ടൊല്ലണ്ടോലിൽ 12-ാം പാരമ്പര്യത്തിൽ പറയുന്നുണ്ട്, ഈ ആ മദ്യത്തിന് മുമ്പിലുള്ള ശക്തിഹീനത അംഗീകരിക്കുന്ന പകുതി ഭാഗം, സെക്കൻഡ് പാർട്ട് അവോയ്ഡ് ചെയ്യാൻ അവർ പറഞ്ഞു കൊടുക്കപ്പെടുന്നില്ല. അതിനുശേഷം ആ അര ഭാഗവും 12ാമത്തെ പടിയുടെ അരഭാഗം, അവസാനത്തെ ഭാഗം, മറ്റുള്ളവരിലേക്ക് സഹായിക്കാനുള്ള നമ്മൾ തീരുമാനിക്കുന്ന ആ ഒരു ഭാഗം. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് എന്റെ കയ്യിൽ ഉള്ളതാണ് എനിക്ക് മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഓടിച്ചിട്ട് നമ്മൾ എല്ലാവരെയും മെസ്സേജ് കൊടുത്തിട്ടൊന്നും എയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാന്നുള്ള ഒരു ധാരണ ഉപേക്ഷിച്ചേക്കുക. ഞാൻ എന്റെ കയ്യിൽ നിങ്ങൾക്ക് തരാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നിലേക്ക് ദൈവം അതിനുള്ള സാഹചര്യങ്ങൾ കൊടുക്കും. ഞാൻ വിചാരിച്ചുകൊണ്ട് ഞാൻ വെറുതെ ഇരിക്കണമെന്നല്ല എന്ന് പറയാം. ഞാൻ എപ്പോഴും സന്നദ്ധതയുള്ളവരായിരിക്കണം. ഏതൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും അതിനെ ഉപയോഗിക്കണം. ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അയാളോട് ഒന്നോ രണ്ടോ പ്രാവശ്യം ഫോണിൽ വിളിച്ച് സംസാരിക്കുക. അയാൾ എന്നിട്ട് യാതൊരു വിധത്തിൽ തിരിച്ചു വരുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ ബലമായിട്ടൊന്നും പിടിച്ചുകൊണ്ടിട്ടൊന്നും ആരും റിക്കവറിയിൽ വരാമെന്ന് വിചാരിക്കരുത്. ഇടയ്ക്ക് വീണ്ടും ഒരിക്കൽ കൂടിയൊക്കെ ഒന്ന് വിളിച്ചു നോക്കാം. വന്നില്ലെങ്കിൽ വന്നില്ല, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവം അവന് എങ്ങനെയെങ്കിലും വരാനുള്ളൊരു, ഇത്രയല്ലാതെ കൂടുതൽ ഭയങ്കരമായിട്ടുള്ള ഇതിലേക്ക് വരുന്നത്. ഈ പടികളും ഈ 1 മുതലുള്ള പടികൾ, ഇതിന്റെ ഇടയ്ക്കുള്ള ഭാഗങ്ങൾ ശരിക്കും സ്റ്റഡി ചെയ്തിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം, അത് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാളിൽ ഉണ്ടാവുന്ന ദൈവികമായിട്ടുള്ള ഈശ്വരികമായിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ദൈവം അദ്ദേഹത്തെ ഉപയോഗിക്കും. ദൈവത്തിന് എന്നെ ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ഞാൻ അല്ലെങ്കിൽ 25 കൊല്ലം മുമ്പ് മരിച്ചു പോകേണ്ട, ചെതറി പോകേണ്ട ഒരു ശരീരമായിരുന്നത്. ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് എനിക്ക് ഞാൻ ജീവിക്കാൻ ആഗ്രഹിച്ചു, മരിക്കാൻ അന്നും തീരുമാനം എടുത്തെങ്കിലും മരിക്കാൻ ആർക്കെങ്കിലും ആവശ്യമുണ്ട്. 2 കുഞ്ഞു കുട്ടികള്, നിരാലംബയ ഒരു സ്ത്രീ, ഒരപ്പനമ്മയ്ക്ക് ഒരു മകൻ, ഉള്ളിന്റെ ഉള്ളിലും ഒരിക്കൽ, പക്ഷെ വേറെ വഴികളില്ലായിരുന്നു. അങ്ങനെയുള്ള തീരുമാനം എടുത്തിരുന്നു. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി വേറെയായിരുന്നു. ഇന്ന് എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ എന്റെ മക്കളുടെ കുഞ്ഞുമക്കളെ പോലും 2 മക്കളാണ്, അവരുടെയും കുഞ്ഞുമക്കളെയും കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരിക്കുന്നു. ജീവിതം എൻജോയ് ചെയ്യുന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ എനിക്കിന്ന് ഭയമൊന്നുമില്ലെന്ന്. സാമ്പത്തികമായിട്ടുള്ള കുറെ അസുരക്ഷിതാവസ്ഥ ഉണ്ട്, പക്ഷെ എനിക്കിന്ന് ഭയമൊന്നുമില്ല. എനിക്കറിയാം എന്റെ ദൈവം എന്നെ കൈവിടില്ല എന്ന്. ആ ഒരു വിശ്വാസത്തിലേക്ക് എത്തിച്ചത് ഈ പടികൾ ചെയ്തുകൊണ്ട് പോകുന്നു. ഇന്നും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു പ്രവണത എന്റെ മനസ്സിലുള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മുടെ ഈ കാര്യങ്ങൾ, ഈ മറ്റുള്ളവരുടെ പ്രവർത്തനത്തിൽ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ്, ഇതിനകത്ത് ടൊല്ലുവിലാണോ നോക്കട്ടെ. അതൊരു വളരെ കാര്യം ചെയ്യുന്ന എഴുതിയിരിക്കുന്ന ഒരു കാര്യം എന്നെ അട്രാക്ട് ചെയ്ത് തന്നെ. എന്തെങ്കിലും പറഞ്ഞാണോ? ആരുടെ മൈക്കും ഒന്ന് മ്യൂട്ട് ചെയ്യാവത്. ഏതെങ്കിലും ഒരാളുടെ കാര്യത്തിന് തന്നെ വേണ്ടതിലധികം സമയം ചെലവഴിക്കുന്നത് മറ്റുള്ള മദ്യപാന രോഗികൾക്ക് സന്തോഷിക്കാനും ജീവിക്കാനുമുള്ള അവസരം നിഷേധിക്കലാണ്. ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ ഒരാൾ രക്ഷിക്കാൻ ശ്രമിച്ച ആദ്യത്തെ 1/2 ഡസൻ ആളുകളും പരാജയപ്പെടുകയുണ്ടായി. അവരോടൊത്ത് പ്രവർത്തനം തുടരുന്നിരുന്നെങ്കിൽ പിന്നീട് രക്ഷപ്പെട്ട പലരുടെ അവസരം താൻ നഷ്ടപ്പെടുത്തിയെന്ന് അയാൾ പലപ്പോഴും പറയുമായിരുന്നു. അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ അതുകൊണ്ട് സൂക്ഷിച്ച് എങ്ങനെയാണ് ഒരാളുടെ വർക്കിംഗ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുടെ പ്രവർത്തനം നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് ബിഗ് ബുക്കിൽ വളരെ നല്ല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അമിത മദ്യപാന രോഗത്തിന്റെ പ്രശ്നത്തെ ആഴത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് കുറെ കൂടി നല്ല ധാരണ നൽകാൻ എന്നെങ്കിലും ഒരിക്കൽ ആൽക്കോളിക്സ് അനോണിമസിന് സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് എഴുതിയ കാലത്തുള്ളതാണ്, പക്ഷെ ഇന്ന് നമുക്കറിയാലോ, ലക്ഷക്കണക്കിലെ ആളുകളിലേക്ക് നമ്മളുടെ ഈ മറ്റുള്ളവരോടുള്ള പ്രവർത്തനം പോലെ ഇന്ന് ഞാനും നിങ്ങളും ഇപ്പൊ ഇത്രയും പേര് ഇതിനകത്ത് ഉള്ളവർ എല്ലാവരും ജീവിച്ചിരിക്കുന്നത് ഈ ഒരു അവര് നമുക്ക് തന്നതുകൊണ്ടല്ലേ. അതിനകത്ത് പറയുന്നുണ്ട്, എന്തൊക്കെയായാലും ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ തന്നെ സ്വന്തം സൃഷ്ടിയാണ്. കുപ്പികൾ വെറും പ്രതിരൂപങ്ങൾ മാത്രമാണ് എന്ന് മാത്രമല്ല, ആരെങ്കിലോടുമോ എന്തിനോടെങ്കിലുമുള്ള പൊരുതുന്നത് ഞങ്ങൾ നിർത്തി. ഞങ്ങൾക്ക് അങ്ങനെ അപ്പൊ വി ഹാവ് ടു സ്റ്റോപ്പ് ഫൈറ്റിംഗ് വിത്ത് എനിത്തിങ്, ഈവൻ വിത്ത് ആൽക്കഹോൾ. ആളുകളോടോ സാഹചര്യങ്ങളോ, പീപ്പിൾ, പ്ലേസ് ആൻഡ് സിറ്റുവേഷൻസ്. ഈ യുദ്ധം നമ്മൾ നിർത്തുന്നു. അതിനുശേഷം നമ്മുടെ ബിഗ് ബുക്കിലെ ടൊല്ലിലെ 1-2 ഭാഗങ്ങളോട് ഒന്ന് വായിച്ചിട്ട് ഞാൻ നിർത്തിക്കോളാം. 12ാമത്തെ പടിയിലേക്ക് വരുമ്പോൾ നമ്മുടെ 106ാമത്തെ പേജിലാണ്. അത് ബിഗ് ബുക്കിനൊക്കെ കുറച്ചുകൂടെ, കാരണം ഇതിന്റെ ഒരു ആവശ്യകത വന്നപ്പോഴാണല്ലോ നമ്മൾ ഇതിന് കൂടുതലൊരു വിശദീകരണം വേണ്ടതിന് വന്നതുകൊണ്ടാണല്ലോ നമുക്ക് ഈ
ഈ 12-1 ഉരുത്തിരിഞ്ഞു വന്നു. ട്രഡീഷന്റെ ആവശ്യങ്ങളൊക്കെ വന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു പുരുഷനോ സ്ത്രീക്കോ ആത്മീയമായ ഉണർവുണ്ടാകുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം എന്ന് പറയുന്നത്, മുമ്പ് തന്റെ സഹായിക്കപ്പെടാത്ത കരുത്താലും സ്രോതസ്സുകളാലും ഒറ്റയ്ക്ക് തനിക്ക് ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ വിശ്വസിക്കാനും അനുഭവിക്കാനും ചെയ്യാനും തനിക്കിപ്പോൾ കഴിവുണ്ടാവുന്നു എന്നാണ്. ഒരു പുതിയ ബോധതലത്തിനും നിലനിൽപ്പിനും തുല്യമായ ഒരു സമ്മാനം അയാൾക്ക് ലഭിച്ചിരിക്കുന്നു. ജീവിതം ഒരു പര്യവസാനമല്ലെന്നും അത് സഹിക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ കീഴടക്കപ്പെടേണ്ടതോ ആയ ഒന്നല്ലെന്നും താൻ സത്യത്തിൽ എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അയാളോട് പറയുന്ന ഒരു പാതയിൽ അയാൾ എത്തിച്ചിരിക്കുന്നു. വളരെ യഥാർത്ഥമായ ഒരർത്ഥത്തിൽ അയാൾ പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. പരിവർത്തനം, ഒരു ട്രാൻസ്ഫർമേഷൻ എന്റെ ജീവിതത്തിൽ, എന്റെ വ്യക്തിത്വത്തിൽ ഒരു പരിവർത്തനം. എന്തുകൊണ്ടെന്നാൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ താൻ ഇതുവരെ സ്വയം നിഷേധിച്ചിരുന്ന കാര്യത്തിന്റെ ഒരു സ്രോതസ് അയാൾ ഇപ്പോൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു. എത്ര നല്ല വാക്ക്! തനിക്ക് തികച്ചും കഴിയില്ലെന്ന് ഇതുവരെ കരുതിയിരുന്ന സത്യസന്ധതയുടെയും സഹിഷ്ണുതയുടെയും നിസ്വാർത്ഥതയുടെയും മനസ്സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെ ഒരളവ് തനിക്കിപ്പോഴുമുണ്ടെന്ന് അയാൾ കണ്ടെത്തിയിരിക്കുന്നു. അയാൾക്ക് കിട്ടിയത് ഒരു സൗജന്യ സമ്മാനമാണ്. എന്നിരുന്നാലും സാധാരണയായി ഒരു ചെറിയവെങ്കിലും അത് സ്വീകരിക്കുന്നതിന് വേണ്ടി അയാൾ സ്വയം തയ്യാറാകേണ്ടിയിരുന്നു. അപ്പൊ ഈ പടികൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ഇനി സംക്ഷിപ്തമായിട്ട് 12 പടികളെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു പാരഗ്രാഫ് ഉണ്ട്. 107-ാമത്തെ പേജിലാണത്. അമ്പരിപ്പിക്കുന്ന ഒരു വിരോധാഭാസം 1-ാം പടി നമ്മെ കാണിച്ചു. എന്താണ് അമ്പരിപ്പിക്കുന്ന വിരോധാഭാസം? ഞാൻ പരാജയം സമ്മതിക്കുന്നത് മൂലം ഞാൻ വിജയത്തിലേക്ക് കാൽവെക്കുന്നു. അതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ് എനിക്ക് ബോധ്യപ്പെടുന്നത്. എന്റെ ജീവിതം അനിയന്ത്രിതമായി പോയി എന്നുള്ള ഒരു തിരിച്ചറിവ്, ഒരു ബോധ്യം, അത് നമ്മൾ ഈ പരാജയപ്പെടലിൽ നിന്ന് കിട്ടുന്ന അതിന്റെ സെക്കൻഡ് പാർട്ടിലുള്ള അൺമാനേജബിലിറ്റി നമുക്ക് കാണിച്ചു വരുന്നു. മദ്യത്തിന്റെ മുമ്പിൽ ശക്തിഹീനരാണെന്ന് നമ്മൾ ആദ്യം അംഗീകരിക്കുന്നവരെ മദ്യമെന്ന ഒഴിയപാതയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ അപ്രാപ്തരായിരുന്നു. നമ്മൾ കണ്ടെത്തി നമുക്ക് സുബോധത്തിലേക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത കാരണം നമ്മൾ നിലനിൽക്കണമെന്നെങ്കിൽ ഒരു അതിശക്തി പ്രകാരം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് 2-ാമത്തെ പടിയിൽ ഞാൻ കണ്ടു. അപ്പൊ 1-ാമത്തെ പടിയെക്കുറിച്ച് 2-ാമത്തെ പടിയിൽ ഞങ്ങൾ കണ്ടു ഞങ്ങളെക്കാൾ വലിയൊരു ശക്തിക്ക്. തുടർന്ന് 3-ാം പടിയിൽ നാം മനസ്സിലാക്കിയ തരത്തിലുള്ള ദൈവത്തിന്റെ സംരക്ഷണത്തിന് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ ദൈവത്തിന്റെ സംരക്ഷണത്തിനായി നമ്മുടെ ഇച്ഛകൾ, നമ്മുടെ ജീവിതങ്ങൾ നമ്മൾ വിട്ടുകൊടുത്തു. ഈ അവസരത്തിൽ നാസ്തികരോ അജ്ഞായവാദികളോ, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ ഏതായാലും അജ്ഞായവാദികളും നമ്മുടെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലാത്തടത്തൊക്കെ നിരാശരവാദികൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഒരു അപേക്ഷിച്ച് പറയാണ്, നിരീശ്വരവാദികളായ ഞങ്ങൾ എന്നുള്ള ചാപ്റ്ററിന്റെ ഹെഡിങ് ഇപ്പൊ തന്നെ വെട്ടിയേക്കുക. അജ്ഞായവാദികളായ ഞങ്ങൾ എന്നുള്ളതാണ് അതിന്റെ ശരിയായ അർത്ഥം. അജ്ഞേയവാദികളായ നമ്മൾ നമ്മുടെ ഗ്രൂപ്പോ അല്ലെങ്കിൽ മൊത്തത്തിലോ വലിയ ശക്തിക്ക് പകരം വെക്കാമെന്ന് കണ്ടെത്തി. 3-ാമത്തെ പടിയെക്കുറിച്ചുള്ള 4-ാമത്തെ പടിയെക്കുറിച്ച് പറയുന്നത്, 4-ാം പടി മുതൽ നമ്മെ ശാരീരികവും ധാർമ്മികവും ആത്മീയമായ പാപ്പരത്തലത്തിലേക്ക് തള്ളിവിടുന്ന നമ്മിൽ തന്നെയുള്ള കാരണങ്ങൾ അന്വേഷിക്കാൻ നമ്മൾ ആരംഭിച്ചു. അന്വേഷണാത്മകവും ഭയരഹിതമായ ഒരു ധാർമ്മിക കണക്കെടുത്ത് നമ്മൾ നടത്തി. 4-ാമത്തെ പടി. 5-ാമത്തെ പടിയിലേക്ക് നോക്കിയപ്പോൾ ഒറ്റയ്ക്കെടുക്കാവുന്ന കണക്കെടുപ്പ് പര്യാപ്തമാവില്ലെന്ന് ഞങ്ങൾക്ക് തീരുമാനത്തിലെത്തി. നമ്മുടെ സംഘർഷങ്ങളുമായി ഒറ്റയ്ക്ക് ജീവിക്കുന്ന മാരകമായ സമ്പ്രദായം നമ്മൾ ഉപേക്ഷിക്കണമെന്നും ദൈവത്തോടും മറ്റൊരു മനുഷ്യനോടും ഇത്തരം കാര്യങ്ങൾ സത്യസന്ധമായും പറയണമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. 5-ാമത്തെ പടി. 6-ാമത്തെ പടിയിൽ ഞങ്ങൾ പലരും മടിച്ചു നിന്നു. ഞങ്ങളുടെ സ്വഭാവത്തിലെ കുറവുകൾ പലതിനെയും ഞങ്ങൾ ഇപ്പോഴും വളരെയധികം സ്നേഹിക്കുന്നതിനാൽ അവ പൂർണ്ണമായും മാറ്റപ്പെടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കാരണം. എന്നിട്ടും 6-ാം പടിയുടെ അടിസ്ഥാനപരമായ തത്വമായി ഒത്തുതീർപ്പ് നടത്തേണ്ടി വരുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് നമുക്കിനിയും ഉപേക്ഷിക്കാൻ കഴിയാത്ത ചില സ്വഭാവ വൈകല്യങ്ങൾ നമുക്ക് ഇപ്പോഴും ഉണ്ടെന്നും കാർക്കശ്യത്തോടെ തീവ്രതയോടെ അവയെ മുറിവ് പിടിക്കുന്നത് നമ്മൾ ഉപേക്ഷിക്കുന്നതാണെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ സ്വയം പറഞ്ഞു, മിക്കവാറും ഇന്ന് എനിക്കിത് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇല്ല, ഒരിക്കലുമില്ല എന്ന് വിളിച്ചു കൂവുന്നത് നിർത്താൻ എനിക്ക് കഴിയും. അപ്പൊ ഈ 6-ാമത്തെ പടിയിൽ എന്താണ്? ഇത് ഒന്നുകൂടി നമുക്ക് പറഞ്ഞു തരികയാണ്. നമുക്ക് പല കാര്യങ്ങളും നമുക്ക് വിട്ടുവരാൻ പറ്റുന്നില്ല. ഞാൻ വളരെ സുഖത്തിൽ പ്ലഷർ കണ്ടെത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ മദ്യപാനമൊക്കെ നിർത്തി ലോകത്തിലുള്ള എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രവൃത്തി ചെയ്ത് ജീവിക്കുന്ന അവർക്കൊന്നും പ്രശ്നമില്ല, അവർക്കൊക്കെ അഭിവൃദ്ധി കൊണ്ട് എനിക്ക് മാത്രം എന്തിനാണ്, എനിക്ക് ഇത്തിരി സുഖമൊക്കെ ആയിക്കൂടെ എന്നുള്ളൊരു തോന്നൽ വരും. പക്ഷെ നമുക്കത് സാധിക്കില്ല. അപ്പൊ അത് നല്ല രീതിയിൽ ഈ 6-ാമത്തെ പടിയെ കുറിച്ച് ബിഗ് ബുക്കിൽ ഒരു ചെറിയ പാരഗ്രാഫാണ് കൊടുത്തത്. പക്ഷെ ടോയിൽ വളരെ നന്നായിട്ട് ഇതിന്റെ 6-ാം പടിയുടെ ചാപ്റ്ററിലുണ്ട് ഈ ഭാഗത്ത് ഇത്രയും കൂടുതൽ എഴുതിയിട്ടുണ്ടായിരുന്നു. 7-ാം പടിയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ട
ദിവസത്തിന്റെ അവസ്ഥകൾക്കനുസരിച്ച് ദൈവത്തിന് കഴിയുന്ന തരത്തിൽ ഞങ്ങളുടെ കുറവുകളെ മാറ്റിത്തരാൻ ദൈവത്തോട് വിനയത്തോടെ അപേക്ഷിക്കുന്നു. ഈ ഒരു കാര്യം മനസ്സിലാക്കുക, 5-ാമത്തെ പടിയിലും 7-ാമത്തെ പടിയിലാണ് ഏറ്റവും കൂടുതൽ എളിമയെക്കുറിച്ചും വിനയത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവിടുത്തെ എന്നിലുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ, ഈ മാറ്റം എന്നൊക്കെ പറയുന്നില്ല, എന്താണ് ഈ മാറ്റം? ഞാനൊരു എളിമയുള്ളവനായിട്ട് മാറുന്നു 5-ാമത്തെ പടിയിൽ. 7-ാമത്തെ പടിയിൽ അതിനേക്കാളും കൂടുതൽ തരത്തിലേക്കുള്ള ഒരു എളിമയുടെ ഭാവത്തിലേക്ക് വരുന്നു. അപ്പൊ എളിമ എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് ഒരു ആവശ്യമാണ്. അതൊരു കഴിവുകേടായിട്ട് ആരും കാണരുത് എളിമയുള്ളവനായിട്ട്. പക്ഷെ അതിന്റെ ഇൻഫാക്ട് പ്രോഗ്രാം വർക്ക് ചെയ്തിരുമ്പോൾ എളിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ടതില്ല. നമ്മൾ പ്രോഗ്രാം വർക്ക് ചെയ്താൽ എളിമ നമ്മളിലേക്ക് വരും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 8-ാമത്തെ പടിയിൽ ഞങ്ങൾ നമ്മുടെ വീട് വൃത്തിയാക്കൽ തുടർന്നു. എന്തുകൊണ്ടെന്നാൽ നാം അധിവസിക്കുന്ന ലോകത്തിലെ ആൾക്കാരോട് സാഹചര്യങ്ങളും സംഘർഷത്തിലാണെന്ന് നമ്മൾ കണ്ടെത്തി. നമുക്ക് നമ്മുടെ സമാധാനം ഉണ്ടാക്കി തുടങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് നാം ഉപദ്രവിച്ചവരുടെ പട്ടിക തയ്യാറാക്കുകയും കാര്യങ്ങൾ നേരെയാക്കാൻ തയ്യാറുള്ളവരായും നാം മാറുകയും ചെയ്തു. ബന്ധപ്പെട്ട ആൾക്കാർക്ക് നേരിട്ട് പരിഹാരം ചെയ്തുകൊണ്ട് അപ്രകാരം ചെയ്യുന്നത് അവരെയോ മറ്റുള്ളവരെയോ ഉപദ്രവിക്കാതെ. അപ്പൊ ഈ ലിസ്റ്റുകൾ ഉണ്ടാക്കിയതിനു ശേഷം നമ്മളോട് ഇതിനു ശേഷം പറയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ട് 9-ാം പടിയിലും നമ്മൾ ഇത് ഇടുന്നു. അപ്പൊ 8, 9 ഒന്നിച്ച് എടുത്തു പോകുന്നു. ഈ സമയം കൊണ്ട് 10-ാം പടിയിലെ ദൈനംദിന ജീവിതത്തിനുള്ള ഒരു അടിസ്ഥാനം ഞങ്ങൾക്ക് കിട്ടി തുടങ്ങുകയും വ്യക്തിപരമായി കടപ്പെടുന്ന തുടങ്ങി. അപ്പൊ ഈ 4-ാമത്തെ പടിയിലൊക്കെ ചെയ്ത ആ കണക്കെടുപ്പിന്റെ വീണ്ടും ഒരു 8-ാം പടിയിലും പരിഹാരം ചെയ്തതിന് ശേഷം പോലും നമുക്ക് ദൈനംദിന ജീവിതത്തിൽ പ്രശ്നങ്ങൾ വളരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് ഈ കണ്ടിന്യൂ ടു ടേക്ക് പേഴ്സണൽ ഇൻവെന്ററി വേറെവർ വി റോങ് വി അതിനെ തിരുത്തുന്നു. അപ്പൊ അതിനെ കറക്റ്റ് ചെയ്യുന്നു. അപ്പൊ 11-ാമത്തെ പടിയില് അതിന് അങ്ങനെ തെറ്റുകയും അതോടെ തന്നെ അംഗീകരിക്കണം. ഒരു വലിയ ശക്തി നമ്മുടെ സുബോധം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ വളരെയധികം കലുഷിതമായ ലോകത്തിൽ മനസ്സമാധാനത്തോട് ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കിയെങ്കിൽ അത്തരം വലിയ ശക്തിയെ പറ്റി കഴിയുന്നിടത്തോളം നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ കൂടുതൽ അറിയുന്നത് അമൂല്യവത്താണെന്ന് 11-ാം പടിയിൽ നമ്മൾ കണ്ടു. പ്രാർത്ഥനയുടെയും ധ്യാനത്തിന്റെയും നിരന്തരമായ ഉപയോഗം വെറും ഒരു നേർത്ത ഉറവ് മാത്രം ഉണ്ടായിരുന്നിടത്ത് ഒരു നദി ഒഴുകുവാനുള്ള മാർഗം തുറന്നെന്ന് ഞങ്ങൾ കണ്ടെത്തി. ഞങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് കൂടുതൽ മെച്ചമായി മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ ആ നദി ദൈവത്തിന്റെ ഉറപ്പായ ശക്തിയിലേക്കും സുരക്ഷിത മാർഗനിർദ്ദേശത്തിലേക്ക് ഞങ്ങൾ നയിച്ചു. 11-ാമത്തെ പടിയെക്കുറിച്ച് എത്ര ഗംഭീരമായിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 3-ാമത്തെ പടി സ്റ്റെപ്പ് പ്രയർ 3-ാമത്തെ പടി കഴിഞ്ഞ് 6, 7 കഴിഞ്ഞിട്ട് 7-ാമത്തെ പടിയിൽ ഒരു ചെറിയൊരു ചെറിയൊരു ഉറവ് മാത്രം ഉണ്ടായിരുന്നിടത്ത് ഈ 11-ാമത്തെ പടിയിലേക്ക് എത്തുമ്പോൾ ഒരു നദിയായിട്ട് മാറുന്ന, ഒരു വളരെ നിർഗളമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന, ശാന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയെ പോലെ നമ്മുടെ ജീവിതത്തിലെ മാനസികമായിട്ടുള്ള ഒരു പരിണാമം നമുക്കുണ്ടായിരിക്കണം. ഇനി അതിനുശേഷമുള്ള ഒരു പാരഗ്രാഫ് കഴിഞ്ഞിട്ടാണ് ഇനി 12-ാം പടിയിൽ എന്താണ് അവശേഷിക്കുന്നത്. അത് സ്വതന്ത്രമാക്കപ്പെടുന്ന അത്ഭുതകരമായ ഊർജവും ആവേശഭരിതമായ പ്രവർത്തനവും യാതന അനുഭവിക്കുന്ന അടുത്ത മതിവനിലേക്ക് നമ്മുടെ സന്ദേശവാഹകരാക്കുന്നു. ഒടുവിൽ ആ പ്രക്രിയ നമ്മുടെ ജീവിത മേഖലകളിലെല്ലാം പ്രയോഗികതയിൽ വരുന്നതുമാണ് ആൽക്കഹോളിക്സ് അനോണിമസ് നൽകുന്ന പ്രതിഫലം. അതാണ് മഹത്തായ യാഥാർത്ഥ്യം. ഇത് നല്ല വാക്കുകളല്ലേ? ആൽക്കഹോളിക്സ് അനോണിമസ് നൽകുന്ന പ്രതിഫലം. അപ്പൊ പിന്നെ ഇതിന് കുറെ പേജുകളുണ്ട്. ഇതിനകത്ത് ഇത് നിങ്ങൾ വായിക്കുക. ഇപ്പൊ മറ്റുള്ളവരെ സഹായിക്കേണ്ടതിനെ കുറിച്ചുള്ളൊരു എന്തുകൊണ്ടാണ് ഇതിന്റെ ആവശ്യകത എന്നുള്ളത് ഞാൻ ഇന്നിപ്പോ നിങ്ങളോടൊപ്പം ഇരുന്ന് ഇവിടെ സംസാരിക്കുന്നത് എനിക്ക് പ്രയോജനം കിട്ടുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചോളം കൂടുതൽ. നിങ്ങൾക്ക് എത്രമാത്രം പ്രയോജനം കിട്ടുന്നു എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പക്ഷെ എങ്കിൽ പോലും എന്റെ സംബന്ധിച്ചോളം ഇന്നത്തെ ഈ ദിവസം ഈ സുപ്രഭാതത്തിൽ ഇതുപോലെ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇതിനകത്ത് 12-ലെ ഒരു കാര്യം കൂടെ വായിച്ചിട്ട് ഞാൻ ഏകദേശം നിർത്തിയേക്കാം. എയുടെ പ്രവർത്തനത്തിൽ 112-ാമത്തെ പേജിൽ നമ്മൾ സന്തോഷവും സുബോധപരമുള്ളവരാണ്. വീട്ടിലും ഓഫീസിലുമെല്ലാം കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നു. പിന്നീട് തീരെ ലളിതമെന്നും ഉപരിപ്ലവമെന്നും തെളിയിക്കപ്പെടുന്ന കാഴ്ചപ്പാടുകളുടെ പേരിൽ നമ്മൾ സ്വാഭാവികമായും സ്വയം അഭിനന്ദിക്കുന്നു. താൽക്കാലികമായി നമ്മുടെ വളർച്ച നിൽക്കുന്നു. അപ്പൊ ഈ സ്വാഭാവികമായിട്ടുള്ള സ്വയം അഭിനന്ദിക്കുന്ന അഥവാ എന്നിലേക്ക് വീണ്ടും ഈഗോ കടന്നു വന്നു കഴിഞ്ഞാൽ എന്റെ വളർച്ച നിലയ്ക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എയുടെ 12 പടികൾ എല്ലാറ്റിന്റെയും ആവശ്യം നമുക്കില്ലെന്ന് സംതൃപ്തിയോടെ നമുക്ക് തോന്നുന്നു. അവയിൽ ചിലത് നമ്മൾ ഭംഗിയായി നിർവഹിക്കുന്നു. ഒരു പക്ഷേ അവയിൽ 2 മാത്രമാണ് നമ്മൾ ഭംഗിയായി നിറവേറ്റി വരുന്നത്. 1-ാം പടിയും ഞാൻ മുമ്പ് പറഞ്ഞാണ്, 1-ാം പടിയിലെ മുഴുവൻ തന്നെ ഇല്ല, 1-ാം പടിയുടെ അരപ്പടിയേ ഉള്ളൂ. ശരിക്കും നമ്മൾ സന്ദേശം വഹിക്കുന്ന 12-ാം പടിയിലെ ഭാഗവും എയുടെ ഭാഷയിൽ ആ ആനന്ദകരമായ അവസ്ഥയെ 2 പടി പ്രവർത്തനം എന്നാണ് അറിയപ്പെടുന്നത്. മാത്രമല്ല ഇത് വർഷങ്ങളോളം തുടരുകയും ചെയ്യും.
ഈ രണ്ടുപടി പ്രവർത്തനങ്ങളിൽ നമ്മൾ പെട്ടുപോകരുത്. വളരെ ദുരന്തങ്ങൾ ഉണ്ടാക്കി മറ്റുള്ളവരുടെ വളർച്ചയെ കൂടി നമ്മൾ നശിപ്പിച്ചു കളയും. ഞാൻ അതിന് പ്രാപ്തൻ അല്ലെങ്കിൽ അതിന് പോകരുത്. അദ്ദേഹത്തിന് ഒരു എഐക്ക് മെസ്സേജ് കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ അടുത്തുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് വിടണം. അതല്ലാതെ അവനെ നമ്മൾ ചെയ്യാത്തതും പ്രവർത്തിക്കാത്തതും പാലിക്കപ്പെടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് അടിച്ചു ചേർപ്പിക്കാനായിട്ട് ഒരിക്കലും പോകരുത്. അത് വളരെ കഷ്ടമാണ്. അങ്ങനെയുള്ള പ്രവണത ഒത്തിരി ഉണ്ടാവാറുണ്ട് പല ആളുകൾ. അതുകൊണ്ടാണ് ഇത് വളരെ നന്നായിട്ട് ഈ 12ാമത്തെ പടിയെ കുറിച്ച് എഴുതുന്നത്. മനസ്സിലായില്ലേ? ഈ രണ്ടുപടി പ്രവർത്തനം എന്നുള്ളത് അങ്ങോട്ട് നിർത്തുക. ആദ്യത്തെ പടിയും അവസാനത്തെ പടിയുടെ ആദ്യ ഭാഗവും അവസാനത്തെ പടിയുടെ ആദ്യ ഭാഗവും അല്ല, രണ്ടാമത്തെ പടിയുടെ അതന്നെ 12ാമത്തെ പടിയുടെ ആദ്യ ഭാഗം അതല്ലോ. ആത്മീയപ്രചോദനത്തിന്റെ ഫലമായി മറ്റുള്ളവരിലേക്ക് സെക്കൻഡ് പാർട്ട്. ഞങ്ങൾ ആത്മീയമായി വളരുന്നതനുസരിച്ച് 114 ജന്മവാസനകൾക്ക് നേരെയുള്ള ഞങ്ങളുടെ പഴയ മനോഭാവങ്ങൾ ഫലപ്രദമായ പുനഃപരിശോധനയ്ക്ക് ആവശ്യമുണ്ടെന്ന് കണ്ടെത്തി. അപ്പൊ നമ്മൾ മറ്റുള്ളവരോടുള്ള പ്രവർത്തനത്തിൽ കൂടി പോകുമ്പോൾ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ, മറ്റുള്ളവർ അനുഭവിക്കുന്ന പീഡകൾ, മറ്റുള്ളവരുടെ സ്വഭാവത്തിലുള്ള ദൂഷ്യങ്ങളുമായിട്ട് നമ്മളൊരു ഈ കാലഘട്ടത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ച് സ്പോൺസീസ് ഒക്കെ ഉണ്ടാകും. അവരുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചുള്ള അതുകൊണ്ടാണ് ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് ഒരു ആത്മീയമായിട്ടുള്ള അനുഭവം. ദിറ്റ് ഈസ് ദ ബെസ്റ്റ് ഓഫ് ദ സ്പിരിച്വൽ എക്സ്പീരിയൻസ്. 12ാമത്തെ പടി എനിക്ക് വീണ്ടും എന്നെ ബോധ്യപ്പെടുത്തുകയാണ്. എനിക്ക് എന്നെ തന്നെ ഓരോ വ്യക്തിയിലും ഓരോ നവാഗതനിലും എന്റെ സ്പോൺസിമാരോട് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഇതാണ് വലിയൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ്. മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആത്മീയ പ്രചോദനത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇൻഫാക്ട് ആക്ച്വലി സംഭവിക്കുന്നതാണ്, ഞാൻ ഈ രീതിയിൽ പ്രവർത്തിച്ചാൽ എനിക്ക് എന്നെ തന്നെ വീണ്ടും വിലയിരുത്തി കൊണ്ടുപോകാൻ ഒരു പുനഃപരിശോധനയ്ക്ക് നടത്താനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ട് പക്ഷെ ആത്മീയ വളർച്ചയെ ഞങ്ങൾ ആദ്യം പ്രതിഷ്ഠിക്കാൻ തയ്യാറാകുമ്പോൾ അപ്പോൾ മാത്രമാണ് നമുക്കൊരു യഥാർത്ഥ അവസരം കിട്ടുന്നത്. അപ്പൊ രാജേഷ, ഞാൻ ഇനി ഒത്തിരി നേരമായി തോന്നുന്നു, 6, 8:30 2 മണിക്കൂറോളം തോന്നുന്നില്ല, 1.5 മണിക്കൂർ. എന്ത് പറ്റി തമ്മിച്ചേട്ടാ, നിർത്താൻ പോവാണോ? അല്ല, സമയം കുറെ ആയില്ല, അതുകൊണ്ട് പറഞ്ഞു. കുഴപ്പമില്ല, തമ്മിച്ചേട്ടൻ പറഞ്ഞോളൂ തമ്മിച്ചേട്ടാ. അല്ല, 12ാമത്തെ ഇനിയിപ്പോ നിങ്ങളും കുറച്ചൊക്കെ വായിച്ച് മനസ്സിലാക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ കുറെയൊക്കെ വായിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? പക്ഷെ കുറച്ചുകൂടെ നോക്കട്ടെ. തമ്പിച്ചേട്ടാ, ഈ ഷാജിയാണ് ബാലുശ്ശേരിയിലെ. ഈ രണ്ടുപടി പ്രവർത്തനമല്ലേ, അതിനെപ്പറ്റി നിങ്ങൾ പിന്നീട് ഒരു ദിവസം പറയുമോ? ശരിക്കും മനസ്സിലായിട്ടില്ല എനിക്ക്. രണ്ടുപടി പ്രവർത്തനം വേറെ ഒന്നുമില്ല ഷാജി, ഇത്രയേ ഉള്ളൂ. രണ്ടുപടി പ്രവർത്തനം എന്താണ്? പല ആളുകളും എയിലേക്ക് വന്നതിന് ശേഷം മദ്യത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ശക്തിഹീനാണെന്ന് മീറ്റിങ്ങുകൾ കൂടുന്നു. അദ്ദേഹത്തിൽ നാം ഒരു അത്ഭുതം പോലെ ഒരു സത്യസന്ധതയോടുകൂടി ആഗ്രഹിക്കുന്നു. അതിൽ കൂടി മദ്യത്തിനുള്ള ആസക്തി എടുക്കപ്പെടുന്നു. മനസ്സിലായില്ലേ? അതിനുശേഷം അദ്ദേഹം മീറ്റിങ്ങുകളിലേക്ക് നിരന്തരമായിട്ട് വരുന്നു, മീറ്റിങ്ങുകൾ കൂടുന്നു, ബുക്കുകൾ വായിച്ച് ഒരുപക്ഷെ ഒരു സ്പോൺസർ എടുത്തിരിക്കാം. അങ്ങനെ പോയി കഴിയുമ്പോൾ മദ്യത്തോടുള്ള ഇത് മാറിക്കിട്ടും. അപ്പൊ അദ്ദേഹത്തിന് മറ്റുള്ളവരെ സഹായിക്കാനായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ത്വര ഉണ്ടാവും. അത് പ്രകാരം പുള്ളി പലരിലേക്ക് മെസ്സേജ് കൊടുക്കാനൊക്കെ പോകും. എല്ലാവർക്കും മെസ്സേജ് കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞായിരിക്കും. ചില ആളുകൾ ഇനിയിപ്പോ ഞാൻ വിളിച്ചുകൊണ്ട് വന്ന ഒരാള് കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്കൊരു 6 മാസമൊക്കെ സോബറേറ്റ് ഉള്ളപ്പോൾ ഞാൻ ആരെങ്കിലുമൊക്കെ മെസ്സേജ് കൊടുത്തിട്ട് വിളിച്ചുകൊണ്ടിട്ട് അവര് നമ്മുടെ തമ്പിച്ചേട്ടാ ഇത് ഇനിയിപ്പോ എങ്ങനെ പടികളൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് പറയും അവനോട്? ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് പറയും? തൽക്കാലം നീ മീറ്റിങ്ങിന് പോകുന്നില്ലേ, മദ്യപിക്കണില്ലല്ലോ, തൽക്കാലം മീറ്റിംഗ് പടിയൊക്കെ നമുക്ക് സാവകാശം ചെയ്യാന്ന് പറയും. വളരെ തെറ്റായിട്ടുള്ള ഒരു മെസ്സേജാണത്. ഒരിക്കലും പറയാൻ പാടില്ല. പടിയൊക്കെ പിന്നെ ചെയ്യാൻ സാവകാശം ചെയ്താൽ പാരമ്പര്യങ്ങളൊന്നും നമുക്കതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നുമല്ല. കാരണം പടി ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ, പടി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഒരാൾ ആവശ്യപ്പെട്ട അപ്പൊ പറയണം, യെസ് സുഹൃത്ത് നമുക്ക് സംസാരിക്കല്ലോ, എന്താ കുഴപ്പം? അപ്പൊ അദ്ദേഹത്തിന്റെ അൺമാനേജബിലിറ്റി പാർട്ട് പല ഭാഗത്തും എന്റെ ജീവിതത്തിലെ അനിയന്ത്രിതമായ അവസ്ഥയെക്കുറിച്ച് പലരും പറഞ്ഞു കൊടുക്കപ്പെടുന്നില്ല. അതിനെക്കുറിച്ചുള്ളൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ പടിയിലേക്ക് പോകാം. അങ്ങനെ പടിപടിയായിട്ട്. അപ്പൊ ഇതൊന്നും ചെയ്യാതെ പിന്നീട് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനായിട്ടുള്ള, മറ്റുള്ളവരിലേക്ക് ഇതിന്റെ ഈ മെസ്സേജ് കൊടുക്കാനായിട്ട് പോകുന്നത് കാര്യമായിട്ടുള്ള പ്രയോജനമില്ല. നമ്മളൊരു ഡ്രൈ ഡ്രങ്ക് ആയിട്ട് ജീവിക്കും. നമ്മൾ മെസ്സേജ് കൊടുക്കുന്ന ഒരാൾ ഒരു ഡ്രൈ ഡ്രങ്ക് ആയിട്ട് ജീവിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ 6 മാസമോ 1 വർഷമോ 2 വർഷമോ 4 വർഷമോ കഴിയുമ്പോൾ അതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റും കിട്ടും. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെ പോസ്റ്റുകളുണ്ട്. ദക്ഷിണ കേരള, സെൻട്രൽ കേരള, വടക്കൻ മേഖല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെ ഏതെങ്കിലും ഒരു ഡെലിഗേറ്റോ DCMO BCMO ഇന്റർഗ്രൂപ്പിലോ ഒക്കെ ആയിട്ടൊക്കെ അതോടുകൂടി അവന്റെ ഈഗോ വർദ്ധിക്കും. ഇപ്പൊ എനിക്കെല്ലാം ബോധ്യമായി.
ഞാനൊരു ഇന്റർ ഗ്രൂപ്പിന്റെ ചെയർമാനായിട്ട് അല്ലെങ്കിൽ DCM ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് എനിക്ക് ഇനി എന്താ സർവീസ് ചെയ്ത് അങ്ങ് നടന്നാൽ മതി. നോ, നമ്മളുടെ 3 ലീഗസീസ് പറയുന്നില്ല, ഐക്യം, സേവനം, അതിൽ കൂടിയുള്ള റിക്കവറി, ഈ 3 ഭാഗം ക്ലിയർ ആവണ്ടേ? അല്ലാതെ നമ്മൾ നേരിട്ടിട്ട് സേവനത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കാര്യം എന്നുള്ള റിക്കവറി ഇമ്പോർട്ടന്റ് അല്ലേ? അപ്പൊ അതൊരു 3 സ്റ്റൂൾ, നമ്മുടെ ഡെയിലി റിഫ്ലക്ഷൻ ഒരു ദിവസത്തെ ഡെയിലി റിഫ്ലക്ഷൻ പറഞ്ഞോളൂ, ഒരു 3 കാലിൽ നിൽക്കുന്ന ഒരു സ്റ്റൂൾ പോലെയാണ്. 3 കാലിൽ നിൽക്കുന്ന ഒരു സ്റ്റൂളിൽ ഒരു കാലില്ലാതെ പോയി കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റുമോ? വീഴും, പതനം ഉറപ്പാണ്. എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ഒരു ചിലപ്പോൾ പറയാത്തില്ല, ഇതൊരു എന്നാണ് ഒരു ഇത് പരിപൂർണ, ഇറ്റ് ഈസ് നോട്ട് പ്രോഗ്രസ് റാദർ ദാൻ പെർഫെക്ഷൻ എന്ന്. ഈ പ്രോഗ്രസ് റാദർ ദാൻ പെർഫെക്ഷൻ ആ ഒരു ഒറ്റ വാക്കിനെ നമ്മൾ അടർത്തിയെടുത്തുകൊണ്ട് സംസാരിക്കേണ്ടത്. അതിന് മുമ്പും പിമ്പോട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങളൊന്ന് സ്റ്റഡി ചെയ്താൽ നമുക്ക് മനസ്സിലാവും എവിടെയാണ് ഒരു ഏത് ഭാഗത്ത് എഴുതിക്കുന്നത്. നമ്മൾ ഹബിറ്റ് വർക്സിന്റെ ഒരു ഭാഗത്താണ് എഴുതിയിരിക്കുന്നത്. ആ ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ ഏതാമത്തെ 3ാമത്തെ പടിയിലേക്ക് പോലും എത്തിയിട്ടില്ല. അവിടെയാണ് പറയുന്നത് പ്രോഗ്രസ് റാദർ ദാൻ പെർഫെക്ഷൻ എന്ന്. പിന്നീടുള്ള പടികൾ ചെയ്തു കഴിഞ്ഞാൽ പെർഫെക്ഷനിലേക്ക് തന്നെയാണ് യാത്ര. ഹാവിംഗ് എ സ്പിരിച്വൽ അവേക്കനിങ് എന്താണത്? പെർഫെക്ഷൻ തന്നെയാണ്. അതിനകത്ത് എന്താ സംശയം? അപ്പൊ ചില ആളുകൾ ഇങ്ങനെ വാദിക്കും, എന്നോട് തന്നെ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതിനെ ചേട്ടൻ ഈ പറഞ്ഞ മാതിരി എന്നാ ഇതിനകത്ത് ഇങ്ങനെ ഇത്രയുള്ള എന്താ അശാന, ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പെർഫെക്ഷൻ അല്ലേ? ഹാവിംഗ് ഹാഡ് എ സ്പിരിച്വൽ അവേക്കനിങ് അതിന്റെ മലയാളത്തിലേക്കുള്ള പരിഭാഷ അല്ലേ, അതിന്റെ അർത്ഥം അത്ര ഒത്തിട്ടില്ല. ആത്മീയമായ ഉണർവൊന്നുമല്ല സ്പിരിച്വൽ അവേക്കനിങ്. ശുദ്ധമായ ഭാഷയെ പറഞ്ഞ നമ്മുടെ ഭാഷയെ പറഞ്ഞ മോക്ഷമാണ്. മോക്ഷം എന്താ? പെർഫെക്ഷൻ അല്ലേ? അപ്പൊ ആ രീതിയിൽ നമ്മൾ ഈ പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്യണം. അതുകൊണ്ട് ഈ 2 പടി പ്രവർത്തനത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ദൂരം. അങ്ങനെ വരുമ്പോഴാണ് ഈ പലർക്കും പ്രശ്നങ്ങളുണ്ട്. ഈ ഗ്രൂപ്പുകളിൽ തന്നെ വഴക്കുകൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ട്? എളിമയുടെ ഭാവം ഉണ്ടാവില്ല. ഗ്രൂപ്പുകൾ ഞാൻ എന്റെ അനുഭവത്തിൽ പറയുന്നതാണ്. ഗ്രൂപ്പുകൾ 2-3 പേരുടെ അവരൊരു ഗ്രൂപ്പ്, ഇന്നൊരാളുടെ ഗ്രൂപ്പ്, അതിന് ശേഷം മത്സരഭാവം എയിൽ എവിടെ പറഞ്ഞിരിക്കുന്നു? എന്ത് കാര്യത്തിന്? എവിടെയാണ് എളിമ? എളിമയുള്ളിടത്ത് മത്സരഭാവം ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു തലത്തിൽ എപ്പോഴെങ്കിലും എന്തായിരുന്നു